രാമ രാമ ഹരേ 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 കൃഷ്ണ. ജയ് ശ്രീല പ്രഭാത്. ജയ് ശ്രീ ഗുരുദേവ്. നിതായ് ഹരി ഹരി പോവുക. അപ്പൊ ഇന്ന് വീണ്ടും നമുക്ക് ഗീതാ മഹാത്മ്യത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ ഇവിടെ വന്നിരിക്കുന്നത് ഭക്തി സീതാദേവി മാതാജിയാണ്. അപ്പോ നമുക്ക് മാതാജിയെ വെൽക്കം ചെയ്യാം. ഹരേ കൃഷ്ണ. മാതാജി ഉണ്ടല്ലോ അവിടെ അല്ലേ? കൃഷ്ണ പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി, യു ക്യാൻ സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ. ഇന്ന് ഭഗവത്ഗീത ക്ലാസ് സെക്ഷനിൽ എത്തിയിട്ടുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും എന്റെ ഗുരു സ്ഥാനത്തിലുള്ള എല്ലാവർക്കും ഞാൻ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മള് 4 ശ്ലോകം നമ്മൾ നോക്കി. ഇനി അടുത്തത് 5ാമത്തെ ശ്ലോകം വായിക്കാം. അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമാമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി ഇതി നാമിനേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഗുരുവിന്റെയും ഗുരുപരമ്പരയുടെയും ചരണാനുഗ്രഹം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കട്ടെ. 5ാമത്തെ ശ്ലോകം. ഭാരതാമൃത സർവസ്വം വിഷ്ണു വക്ത്രാദിവിനിസൃതം ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യതേ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ, ഗംഗാജലം പാനം ചെയ്യുന്നവൻ മോക്ഷം പ്രാപിക്കുന്നു. ഭഗവത്ഗീതാമൃതം പാനം ചെയ്യുന്നതിനെ കുറിച്ച് പിന്നെ എന്തു പറയാൻ? മഹാഭാരതത്തിന്റെ സാരാമൃതമത്രേ ഭഗവത്ഗീത. ആദിവിഷ്ണുവായ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഉപദേശിച്ചതാണിത്. ഗീതാ മഹാത്മ്യം 5. ഭഗവത്ഗീത പരമദിവ്യോത്തമ പുരുഷന്റെ മുഖനിർഗതമാണ്. ഗംഗ ഭഗവാന്റെ പാദപങ്കജ നിർഗതവുമാണ്. ഭഗവാന്റെ മുഖവും പാദവും തമ്മിൽ തീർച്ചയായും യാതൊരു വ്യത്യാസവുമില്ല. എങ്കിലും പക്ഷപാതമില്ലാത്ത ഒരു പഠനത്തിൽ ഭഗവത്ഗീത ഗംഗാജലത്തെക്കാൾ കുറെ കൂടി പ്രാധാന്യമാണെന്ന് മനസ്സിലാക്കാം. അപ്പോ ഈ ഒരു താരതമ്യം ഇവിടെ ചെയ്തിട്ടുണ്ടല്ലോ, ഗംഗാജലവും ഭഗവത്ഗീതയുടെയും താരതമ്യം. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഭഗവത്ഗീത കുറച്ചും കൂടി ഉയർന്ന സ്ഥാനം ലഭിച്ചതെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഗംഗാജലം ചെയ്യുമ്പോൾ പാനം ചെയ്യുന്നവർക്ക് മോക്ഷം ലഭിക്കുന്നുണ്ട്. അതേപോലെ ഭഗവത്ഗീത ഇത് പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നവർക്ക് എന്താണ് കിട്ടുന്നത് നമുക്കൊന്ന് നോക്കാം. ഒരു പഠിതാവ് അല്ലെങ്കിൽ ഒരു ഭക്തൻ ഭഗവത്ഗീത നിരന്തരം ശ്രദ്ധയോടും ഗൗരവത്തോടും ആത്മാർത്ഥയോടും വായിക്കുമ്പോ അയാള് കുറച്ച് കഴിയുമ്പോൾ ഭക്തിയുത സേവനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി ഭക്തന്മാരുടെ സംഘം കിട്ടും അയാൾക്ക്. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഭക്തന്മാരുടെ സംഘം കിട്ടും. അങ്ങനെ ഓരോ തലത്തിൽ ഉയർന്നു വരും. അപ്പൊ ഇതിന് ശാസ്ത്രങ്ങൾ പറയുന്നത് 8 പടികൾ ഉണ്ടെന്നാണ്. ഒരു ഭക്തൻ ഇങ്ങനെ ഉയർന്നു വരുന്നതിന് 8 പടികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ആ പടികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. 1ാമത്തത് സാധു സംഘം, 2 ഭജനക്രിയ, 3ാമത്തത് അനർത്ഥ നിവൃത്തി, 4 നിഷ്ഠ, 5 രുചി, 6 ആസക്തി, 7 ഭാവ, 8 പ്രേമ. ഇങ്ങനെ പടിപടിയായിട്ടാണ് ഒരു ഭക്തന്റെ വളർച്ച വരുന്നത്. അപ്പോ ഭഗവത്ഗീത നിരന്തരം പഠിച്ച് ശാസ്ത്രങ്ങൾ പഠിക്കുന്ന ഒരു ഭക്തന്മാരുടെ സംഘത്തില് ഏർപ്പെടുകയും പിന്നെ അതുവഴി അയാൾക്ക് ഉയർച്ച ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹരിനാമ കീർത്തനത്തിൽ ഭജനക്രിയ, ഹരിനാമ കീർത്തനം ചെയ്ത് അയാളുടെ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങും. അതിനെയാണ് നമ്മൾ അനർത്ഥ നിവൃത്തി എന്ന് പറയുന്നത്. 3ാം ഘട്ടത്തിലേക്ക് എത്തും. അപ്പൊ 3ാം ഘട്ടത്തിൽ എത്തിക്കഴിയുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങളൊക്കെ നീങ്ങി അയാള് പരിശുദ്ധ ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. അപ്പൊ ആ സമയത്ത് നിഷ്ഠ ഉണ്ടാവും. ചെയ്യുന്ന കാര്യങ്ങള് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലൊക്കെ നല്ല നിഷ്ഠയുണ്ടാവും. അങ്ങനെ നിഷ്ഠ പാലിച്ചു കഴിയുമ്പോൾ സാവകാശം 5ാമത്തെ സ്റ്റേജിലെത്തും. അത് രുചി. അപ്പോ അത് ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങും. ഭക്തിയുത സേവനങ്ങളൊക്കെ, ഭഗവാന് ചെയ്യുന്ന സേവനങ്ങളൊക്കെ ആസ്വദിച്ച് ചെയ്യാൻ, അതില് രുചി ഉണ്ടാവും. അതാണ് 5ാമത്തെ സ്റ്റേജ്. ഇനി 6ാമത്തെ പടി ഏതാന്ന് വെച്ചാല്
അയാൾക്ക് ആസക്തി ഉണ്ടാവും. അതായത് അത് ഇല്ലാണ്ട് പറ്റില്ല എന്നുള്ളൊരു ഇത് വരും. ചെയ്യും തോറും ചെയ്യാനുള്ള താല്പര്യവും ഇതും അത് ഒരു പ്രാവശ്യം പോലും ചെയ്യാണ്ടിരിക്കാനുള്ള മനസ്സ് ഉണ്ടാവില്ല. എപ്പോഴും ചെയ്യണമെന്നുള്ള ഒരു ഇത്, അതാണ് ആസക്തി വരുന്നത്. ആ ആസക്തി വന്നു കഴിഞ്ഞാല് അയാൾക്ക് ഭാവ ഉണ്ടാവും. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഭാവത്തോടു കൂടി ചെയ്യും. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 5 വിധത്തില് ഭാവം ഉണ്ടെന്നാണ് പറയണത്. അതായത് ശാന്തഭാവം, വാത്സല്യം, ദാസ്യം, സഖ്യം, മാധുര്യം. ഇതിൽ ഏത് വേണമെങ്കിലും ഒരു ഭക്തനെ സ്വീകരിച്ച് ഭഗവാനെ ആരാധിക്കാം. അപ്പൊ ആ ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോ കുറച്ചും കൂടി ഭഗവാനോട് നമുക്ക് അടുപ്പം ഉണ്ടാവും. എന്തും ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്ന ആ ഭക്തൻ പിന്നീട് 8ാമത്തെ സ്റ്റേജിലേക്ക് എത്തും. അതാണ് പ്രേമം. പ്രേമം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കൃഷ്ണപ്രേമം. കൃഷ്ണപ്രേമ ആ ഇതിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്റ്റേജാണത്. അപ്പൊ ഇതാണ് ഒരു ഭഗവത്ഗീത ശ്രദ്ധയോടും ഭക്തിയോടും വായിക്കുന്ന ഒരു ഭക്തന് കിട്ടുന്ന ഉയർന്ന പദവി. അപ്പൊ ഇനി അടുത്ത നോക്കാം. സർവോപനിഷദോ ഗാവോ ദോഗ്ധ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധിർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഗീതോപനിഷത്ത്, ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുകളുടെയും സാരമാണ്. എല്ലാ ഉപനിഷത്തുകളും ഒരു പശുവിനെ പോലെയാണ്. ഗോപകുമാരൻ എന്ന പ്രശസ്തനായ ഭഗവാൻ കൃഷ്ണൻ ആ പശുവിനെ കറക്കുന്നു. അർജുനൻ ഒരു പശുക്കിടാവിനെ പോലെയാണ്. പണ്ഡിതന്മാരും പരമഭക്തന്മാരും അമൃതതുല്യ ദുഗ്ധമായ ഭഗവത്ഗീത പാനം ചെയ്യുന്നു. ഗീതാ മഹാത്മ്യം 6. അപ്പോ 6ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഭഗവത്ഗീത എന്ന ഉപനിഷത്ത് പശുവിനെ പോലെയാണെന്നും അത് കറക്കുന്നത് ഭഗവാൻ ആണെന്നും ആ പാല് കുടിക്കാൻ തയ്യാറായി നിൽക്കുന്ന അർജുനൻ തുടങ്ങി നമ്മളെല്ലാവരും, അർജുനൻ മുൻനിർത്തിക്കൊണ്ടാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പൊ അർജുനനെ പോലെ നമ്മളൊക്കെ ഇത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അമൃതം നമുക്ക് പാനം ചെയ്യാനായിട്ട് കിട്ടിയ സൗഭാഗ്യം നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ ഭഗവത്ഗീത നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തില് പാരായണം ചെയ്യാൻ കഴിയട്ടെ എല്ലാവർക്കും. ഇനി ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം മേഘോ ദേവ ദേവകി പുത്ര ഏവ ഏകോ മന്ത്രസ്യ നാമാനിയാനി കർമാപേകം തസ്യ ദേവസ്യ സേവ. ഗീതാ മഹാത്മ്യം 7. ഇക്കാലത്തെ ജനങ്ങൾ ഒരേ ഒരു ധർമ്മഗ്രന്ഥത്തെയും ഒരേ ഒരു ഈശ്വരനെയും ഒരേ ഒരു മതത്തെയും ഒരേ ഒരു പ്രവൃത്തിയും മാത്രം സ്വീകരിക്കാൻ ഉത്സുകരാണ്. ആകയാൽ ഏകശാസ്ത്രം ദേവകി പുത്രഗീതം ഒറ്റ ഗ്രന്ഥം മാത്രമായിരിക്കട്ടെ. ലോകത്തിന് പൊതുവായ ഏക ധർമ്മഗ്രന്ഥം ഭഗവത്ഗീത. ഏകോ ദേവ ദേവകി പുത്ര ഏവ സമസ്ത വിശ്വത്തിനും ഒരേ ഒരു ഈശ്വരൻ മാത്രം ഉണ്ടായിരിക്കട്ടെ. ശ്രീകൃഷ്ണൻ. ഏകോ മന്ത്രസ്തസ്യ നാമാനി, ഒരേ മന്ത്രം ഒരേ പ്രാർത്ഥന തന്നാമ സങ്കീർത്തനം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. കർമാപേകം തസ്യ ദേവസ്യ സേവ, ഒരൊറ്റ പ്രവൃത്തി മാത്രം ഉണ്ടായിരിക്കട്ടെ പരമദിവ്യോത്തമ പുരുഷ സേവനം. അപ്പോ നമ്മുടെ ഈ ഗീതാ പഠനം കൊണ്ട് നിങ്ങൾക്കും എല്ലാവർക്കും ഒരേ ഒരു ഭഗവാൻ, ഒരേ ഒരു ഗ്രന്ഥം, ഒരേ ഒരു മന്ത്രത്തിലേക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എല്ലാവരും പോകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ കർത്തവ്യം ഞാനിവിടെ തീർക്കുകയാണ്. ഇതിന് സഹായിച്ച ഭഗവാനും ഗുരുവിനും ഗുരുപരമ്പരയ്ക്കും അതുപോലെ ഇതിന്റെ സംഘാടകർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ, ശ്രീ രാധേ രാധേ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു സീത മാതാജി. ഇപ്പോ ഭഗവത്ഗീത നമുക്കൊന്നും അറിയില്ലെങ്കിൽ പോലും മാതാജിയുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് നമുക്ക് മനസ്സ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അത് അത്രയും നന്നായിട്ട് മാതാജി ആ ഭക്തിയുടെ 8 സ്റ്റെപ്സും നന്നായിട്ട് വിവരിച്ച് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിലുള്ള എല്ലാവരും ഭഗവത്ഗീത വായിക്കും എന്ന് തന്നെ ഒരു വിശ്വാസം എനിക്കുമുണ്ട്. ഹരേ കൃഷ്ണ. അടുത്തത് ഹരിനാമ മഹിമയെ കുറിച്ച് നമുക്ക് വിവരിച്ച് കൊടുക്കാനായി ഇവിടെ രാജേഷ് പ്രഭു ഉണ്ട്. ഭക്ത് രാജേഷ് പ്രഭുവിന് സ്വാഗതം ചെയ്യുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. പ്ലീസ് കണ്ടിന്യൂ. ഹരേ കൃഷ്ണ. നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ മുതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമി നാമ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണ
ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ, ഹരി ഓം തസ്സത്. എല്ലാ ഭക്തന്മാർക്കും എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇവിടെ എന്റെ കർത്തവ്യം ഹരിനാമ മഹാത്മ്യത്തെ കുറിച്ച് പറയലാണ്. അപ്പൊ നമ്മള് തൊട്ടു മുന്നേ സീതാമാതാജി നമുക്ക് വളരെ മനോഹരമായിട്ട് അല്ലെ ഗീതാ മഹാത്മ്യം നമ്മൾ കേട്ടു, അല്ലെ ഗീത പറയുന്നത് കേട്ടു. അപ്പൊ ഗീതാ മഹാത്മ്യം പറഞ്ഞപ്പോൾ മാതാജി പറഞ്ഞിരുന്നു, ഭഗവത്ഗീത വായിക്കുന്ന ഒരു വ്യക്തി അത് നിരന്തരമായിട്ട് വായിക്കുമ്പോൾ ഒരു പ്രാക്ടീസ് ഉണ്ടാകുമ്പോൾ ക്രമേണ അയാൾ ആധ്യാത്മികമായിട്ട് ഉയർന്നു വരികയും പിന്നെ അയാൾക്കുണ്ടാകുന്ന ഭക്തിയിലുള്ള ഉയർച്ചയുടെ സ്റ്റെപ്പുകൾ പറഞ്ഞു, അല്ലെ ശ്രദ്ധ, സാധുസംഗമം, ഭജനക്രിയ, അനർത്ഥ നിവൃത്തി, ഭജനക്രിയ, ഒരു സ്റ്റെപ്പ് നിഷ്ഠ, ഭാവം, അങ്ങനെ പ്രേമഭക്തി വരെ പോകുന്ന സ്റ്റേജുകൾ പറഞ്ഞപ്പോൾ മാതാജി അതിനടുത്ത് ഇടയിൽ പറഞ്ഞിരുന്നു ഭജനക്രിയ എന്ന് പറയുമ്പോൾ അത് ഹരിനാമ സങ്കീർത്തനമാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെല്ലാം നീക്കുന്നു എന്ന് പറഞ്ഞു, അല്ലെ. അപ്പോ നമുക്ക് അതിനുശേഷം അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ മാതാജി പറഞ്ഞിരുന്നു നമുക്ക് ശ്രീകൃഷ്ണ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണനാണ് നമ്മുടെ ഏക ഭഗവാനായിട്ട് നമ്മൾ എടുക്കുന്നത്, സുപ്രീം പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ ഏക ഗ്രന്ഥം ഭഗവത്ഗീതയാണ്. അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മഹാമന്ത്രം, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് അതായത് ചൊല്ലുകയും ചെയ്തു. അപ്പൊ അവിടെ തന്നെ ആ ഗീതാ മഹാത്മ്യത്തിനോടൊപ്പം തന്നെ നമുക്ക് എങ്ങനെ ആ ഗീതാ മഹാത്മ്യത്തെ മനസ്സിലാക്കി നമുക്ക് ഈ ഹരിനാമ ജപത്തിന്റെ മഹാത്മ്യം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി മുന്നോട്ട് ഭക്തിയിൽ നീങ്ങാം എന്നുള്ളത് കൂടി അവിടെ പറയുന്നുണ്ട്. അതിനെ ആഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് കുറച്ചും കൂടി പറയാനുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ കലിയുഗത്തിലാണ് ജീവിക്കണമെന്ന് നമ്മൾക്കറിയാം. അപ്പൊ 4 യുഗങ്ങളെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ 4,32,000 വർഷം, 4,32,000 years ആണ് കലിയുഗത്തിന്റെ ദൈർഘ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം 4,32,000. ഇനി ഓരോ യുഗങ്ങൾ അനുസരിച്ച് പുറകോട്ട് പോകുമ്പോൾ, അപ്പോ ദ്വാപരയുഗം എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഡബിൾ ആയിരിക്കും, 8,64,000 ആയിരിക്കും. പിന്നെ 12 കലിയുഗം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12,96,000 ആയിരിക്കും ത്രേതായുഗത്തിന്റെ. അതുപോലെ തന്നെ 17,28,000 ആയിരിക്കും സത്യയുഗത്തിന്റെ ദൈർഘ്യം. അപ്പൊ ഇതെല്ലാം നോക്കിയാൽ നമുക്ക് കാണാം വളരെ ബുദ്ധിമുട്ടുള്ള യുഗമാണ് കലിയുഗം എന്ന് പറയുന്ന കലിയുഗത്തിന്റെ ദൈർഘ്യം കുറവാണ്. 4,32,000 വർഷം കുറവ് എന്ന് പറഞ്ഞാൽ 17,28,000 ഒക്കെ എടുത്ത് നോക്കുമ്പോൾ 4,32,000 ഒരു കുറഞ്ഞ കാലയളവാണ്. പക്ഷെ ആ കുറഞ്ഞ കാലയളവിൽ അനുഭവിക്കാൻ കൂടുതലുണ്ട്. പക്ഷെ മനുഷ്യന്റെ ആയുസ് ഭഗവാൻ കുറച്ച് തന്നിട്ടുണ്ട്. 1,00,000 ആയുസ്സൊന്നും നമുക്കില്ല. അപ്പോൾ ഒരു 100 ആവറേജ് പിടിച്ചാൽ 100 പോലും ഇല്ല ഇന്ന്. അപ്പൊ നമ്മൾക്ക് അതിനുള്ളിൽ ഈ കലിയുഗം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിനകത്ത് ആദ്യത്തെ 10,000 വർഷങ്ങളെ സുവർണ കാലഘട്ടം എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ അതിനകത്തൊരു 5,000 ചില്ലാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്കറിയാം ഇപ്പൊ തന്നെ സുവർണ കാലഘട്ടമായിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല, അല്ലെ. ചുറ്റുപാടും അത്രയ്ക്ക് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അപ്പൊ ഇതിനെയാണ് സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഇനി ഇത്രയും കൂടി ഒരു 5,000 കൂടി പോകുന്നതും സുവർണ കാലഘട്ടം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ വർഷം ചെല്ലും തോറും നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഓരോ ദിവസം ചെല്ലും തോറും നമുക്ക് വരുന്നുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കുക, നമ്മളൊരു ജീവാത്മാവായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളിപ്പോ ഭഗവത്ഗീത പാഠങ്ങളിലൂടെ എല്ലാം പോകുന്നുണ്ട്, അല്ലെ. 9ാം അധ്യായത്തിലേക്ക് എത്തുകയാണെന്ന്. അപ്പൊ നമ്മള് ഈ ഓരോ ജന്മജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ പോയിട്ട് നമ്മൾ വീണ്ടും ജനിച്ചു മരിച്ച് പോകുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ നമ്മുടെ കർമ്മഫലങ്ങൾ കൊണ്ടാണ് നമുക്കിതെല്ലാം സംഭവിക്കുന്നത്, അല്ലെ. അപ്പൊ ഈ കർമ്മ ഫലങ്ങൾ അല്ലെങ്കിൽ ഈ പാപ പ്രതികരണങ്ങളെല്ലാം ഒഴിവാകുകയാണെങ്കിൽ, നമുക്ക് കർമ്മഫലങ്ങളെല്ലാം ഒഴിവാകുകയാണെങ്കിൽ, പാപവും പുണ്യവും എല്ലാം ഒഴിവാകുകയാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഈ റീബർത്ത് ഒഴിവായി. ഇല്ലെങ്കിൽ ഇതിനകത്തുള്ള ഒരു ഭീഷണി എന്താണ്? നമുക്കൊരു ത്രെട്ട് ഉണ്ട്, ഒരു ഭീഷണി എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വീണ്ടും ജനിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ 4,32,000 ഇനി ബാക്കി കിടക്കുക 5,000 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമ്മളിപ്പോ ഇവിടെ നിന്നൊക്കെ നമ്മുടെ പ്രവൃത്തികളുടെ ആ ഫലം കൊണ്ട് നമ്മൾ വീണ്ടും ഇതിന്റെയൊക്കെ ഒരു 4,00,000 കഴിഞ്ഞിട്ട് വന്ന അവസാന കാലഘട്ടത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി, നമുക്ക് വേഗം ഭഗവത്ഗീത എല്ലാം പഠിച്ച് നാമജപം ശക്തിയായിട്ട് ചൊല്ലാനുള്ള ഒരു ശക്തി കിട്ടും. മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം നമ്മൾ എവിടെ ജീവിക്കുന്നു, ഏത് കാലഘട്ടത്തിലാണ്, ഇവിടെ ഭഗവാൻ നമുക്ക് അമൃത് പോലെയാണ് തന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കലിയുഗത്തിൽ നമുക്ക് കരകയറാനുള്ള ഒരു മാർഗവും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ തപസ്സനുഷ്ഠിക്കാൻ പോകണ്ട, നമ്മൾ യജ്ഞങ്ങൾ ചെയ്യാൻ പോകണ്ട, വലിയ വലിയ അർച്ചനകൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ എന്തേ പറയുന്നുള്ളൂ? നാമജപം. അത് എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? കാരണം കലിയുഗത്തിൽ ഇപ്പൊ നമ്മൾക്കിത് നിസ്സാരമായിട്ട് തോന്നും.
കാരണമോ നാമജപം കൊണ്ടും എന്തെങ്കിലും ആവോ, കുറെ കൂടി ചെയ്യണ്ടേന്ന് തോന്നും. ഇപ്പൊ തോന്നാൻ കാരണം നമുക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട്. പക്ഷെ കലിയുഗം ക്രമേണ മുന്നേറുമ്പോ നമുക്കൊരു മാലയെടുത്ത് നാമം ജപിക്കാൻ പോലും പറ്റാത്ത പരിതസ്ഥിതികളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പെട്ടുപോകുന്നത്. ഇപ്പൊ തന്നെ ലോകത്തിന്റെ ഓരോ ഭാഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം, അവിടെ മിണ്ടാൻ പറ്റില്ല, നാമം ജപിക്കാൻ പറ്റില്ല, ഉറക്കം മിണ്ടാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മള് ദാമോദര ആരതിയൊക്കെ ചെയ്യാൻ നമ്മുടെ സ്വന്തം സ്ഥലത്തുള്ള ചില പട്ടണത്തിലുള്ള ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ അവിടത്തെ ആൾക്കാർ സമിതിക്ക് അവര് പറയുന്നു, നിങ്ങൾ ദാമോദര ആരതി ചെയ്യൂ, പക്ഷെ മിണ്ടാൻ പാടില്ല, വായ തുറക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ചുറ്റുപാടുള്ള കാര്യം പറഞ്ഞു, വീട്ടുമുറ്റത്തുള്ള കാര്യം പറയും. എല്ലാവർക്കും ഇവിടെയുള്ള പലർക്കും അറിയാൻ പറ്റും, അനുഭവങ്ങളുണ്ടാവും. അപ്പൊ ആലോചിച്ച് നോക്കുക, ഈ കലിയുഗത്തിൽ ഇപ്പോ തന്നെ നമ്മളുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർ പറയുന്നു, നിങ്ങൾ ആരതി ചെയ്തോളൂ, പക്ഷെ നാമം ഉച്ചരിക്കണ്ട, അവിടെ മിണ്ടണ്ട നിങ്ങൾ എന്ന് പറയുന്നു. അപ്പൊ ആലോചിച്ച് നോക്കുക, ക്രമേണ എന്ത് സംഭവിക്കും? മാലയെടുത്ത് നിശബ്ദമായിട്ട് ജപിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അതുകൊണ്ടാണ് ഭഗവാൻ ഏറ്റവും ലളിതമായ വിദ്യ നമുക്ക് തന്നിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒട്ടും സമയം കളയാണ്ട് അത് ചൊല്ലുക തന്നെയാണ് വേണ്ടത്. അത് ചൊല്ലുക. അപ്പോ നമ്മള് ഭഗവത്ഗീതയില് ഈ 9-ാം അധ്യായത്തിലേക്ക് കിടക്കുമ്പോൾ 34-ാമത്തെ ശ്ലോകം ഉണ്ട്. അത് ഭഗവത്ഗീതയുടെ അന്തസത്ത എന്ന് പറയുന്ന ശ്ലോകമാണ്. മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവം ആത്മാനാം മത്പരായണം. അപ്പോ അവിടെ ഭഗവാൻ പറയാണ്, എന്നെ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക, എന്നെ പറ്റി മാത്രം ചിന്തിക്കുക, എന്റെ ഭക്തനാകുക, എന്നെ ആരാധിക്കുകയും പ്രണമിക്കുകയും ചെയ്യുക. അങ്ങനെ എന്നിൽ പൂർണ്ണമായും ഒഴുകിയിരിക്കുന്നതുകൊണ്ട് നീ തീർച്ചയായും എന്നെ പ്രാപിക്കും എന്ന് ഭഗവാനോട് പറയുന്നു. ഇതേ ശ്ലോകം 18-ാം അധ്യായത്തിലെ 65-ാമത്തെ ശ്ലോകമായിട്ട് ഭഗവാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. തുടക്കമൊക്കെ മന്മനാഭവ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു മാമേ വൈശ്യസി യുക്തൈവത്തിന് പകരം മാമേ വൈശ്യസി സത്യം ദേ പ്രതിജാനെ പ്രിയോസ്മി. വ്യത്യാസം എന്താണ്? ഇവിടെ ഭക്തന് ആണ് റെസ്പോൺസിബിലിറ്റി. എന്റെ ഭക്തനാവുക, എന്നെ എപ്പോഴും പ്രണമിക്കുക, ആരാധിക്കുക. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായും നീ എന്നെ പ്രാപിക്കും. പക്ഷേ 18-65 ഭഗവാൻ പറയുന്നു, ഇതെല്ലാം ശരി, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നീ എന്നെ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ. പ്രതിജാനെ പ്രിയോസ്മി എന്നവിടെ ആഡ് ചെയ്തു. അപ്പൊ ഈ 9:34 18:65 ഇടയിൽ നമ്മൾ ഭഗവാന് പ്രിയപ്പെട്ടവനാകുന്നുണ്ട്. കാരണം ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കഷ്ടപ്പെടുകയാണ് ഭഗവാനെ കാണാൻ. പക്ഷെ 18:65 ആകുമ്പോൾ ഭഗവാൻ നമ്മളെ കാണുന്നുണ്ട്. കാരണം ഭഗവാനും നമ്മൾ പ്രിയപ്പെട്ടവരാകും. അപ്പൊ ഇതിനിടയിൽ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടന്നാലേ ഇത് നടക്കുകയുള്ളൂ. ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് നേരത്തെ മാതാജി പറഞ്ഞ ഹരിനാമ ജപം. അപ്പൊ നമ്മുടെ ഭാഗവതത്തിന്റെയൊക്കെ അവസാന ശ്ലോകം, 18,000 ശ്ലോകങ്ങളുടെ അവസാന ശ്ലോകം തന്നെ വ്യാസദേവൻ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനസ്ഥം നമാമി ഹരിപരം. ആരുടെ സംഘം ചേർന്നുള്ള കീർത്തനങ്ങളാണോ സർവപാപ പ്രതികരണങ്ങൾ നശിക്കുന്നത്, സകല ദുഃഖങ്ങളും ഇല്ലാതാക്കുന്നത്, ആ ഹരിക്ക്, ആ പരമോന്നതനായ ഹരിക്ക് ഞാൻ എന്റെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അപ്പോ പാപപ്രതികരണങ്ങളെല്ലാം ഇല്ലാണ്ടാക്കുന്നതാണ് ഇത് ഈ ഹരിനാമ സങ്കീർത്തനം നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ മതിയല്ലോ, നമുക്ക് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു മോചനം നേടി നമുക്കൊരു സന്തുഷ്ടമായ ഈ നമ്മളുടെ ജീവിതം കൊണ്ടുപോകാനും അടുത്ത സ്റ്റെപ്പ് വയ്ക്കുന്ന അടുത്ത ഒരു ജന്മം ഉണ്ടെങ്കിൽ അവിടെയും നമുക്ക് നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അതുകൊണ്ട് ഹരിനാമ ജപത്തിന്റെ ആ പ്രാധാന്യം മനസ്സിലാക്കി ഇതുവരെ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരും നാമം ചൊല്ലുന്നുണ്ടാവും. ഇന്ന് തന്നെ, നാളത്തേക്ക് പങ്കായിട്ട് ഇന്ന് തന്നെ ഒരു പ്രാവശ്യം ഒരു മാല ഒരു ദിവസം മിനിമം 108 മുത്തുകളിലൂടെ ഒരു പ്രാവശ്യം എന്തായാലും ഇത് ചെയ്യണം. കലിയുഗ ധർമ്മമാണത്, അത് ചെയ്യാതിരിക്കരുത് എന്ന് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയും കൂടിയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാജേഷ് പ്രഭു, വെൽ ഡൺ. എത്ര നന്നായിട്ട് വിവരിച്ചു തന്നു. മന്മനാഭോ മദ്ഭക്തോ മദ്യാജീമാം നമസ്കുരു. അത് എല്ലാവരും അത് മാനിക്കേണ്ടതാണ്. ഇത്രയും ഭഗവാൻ ഇത്ര 2 തവണ, ഒരു തവണയല്ല 2 തവണ എടുത്ത് പറഞ്ഞ ഒരു ശ്ലോകമാണ്. അത്രയും പ്രിയപ്പെട്ടവനായതുകൊണ്ട് അർജുനന് വീണ്ടും അത് ഉപദേശിച്ചു. വളരെ താങ്ക്സ് പ്രഭു. എനിവേ, എല്ലാവരോടും ഒന്നുകൂടെ ഹരിനാമത്തെ പറ്റി മനസ്സിലാക്കിയിട്ട് അതൊന്നുകൂടെ ചൊല്ലണം. എല്ലാവരും വീട്ടിൽ പോയാൽ ഒരു മാലയെങ്കിലും ചൊല്ലണമെന്ന് പ്രാർത്ഥിക്കുക. എനിവേ, അടുത്തത് നമുക്ക് ഭഗവത്ഗീത ശ്ലോകങ്ങൾ ഇവിടെ പറഞ്ഞു തരാൻ ഇവിടെ വന്നിരിക്കുന്നത് സുചാരു ജാനോ ദേവിദാസി മാതാജിയാണ്.
മാതാജിയെ പറ്റി ഞാൻ അധികം പറയേണ്ട, നേരത്തെ നമുക്കൊരു ക്ലാസ് തന്നിട്ടുണ്ട്. എന്നാലും ഞാൻ ഒരു ചെറിയ ഇൻട്രഡക്ഷൻ. സുധന്യ ബാബു എന്നാണ് പേര്. ജയപതാക സ്വാമി മഹാരാജിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചു. കോലഞ്ചേരിയായിരുന്നു മാതാജിയുടെ ജന്മനാട്. ഇപ്പോൾ ഖത്തറിൽ താമസിക്കുന്നു. 2006 ഇസ്കോണിൽ ജോയിൻ ചെയ്തു. മാതാജിയുടെ പ്രഭു അല്ലെങ്കിൽ ഹസ്ബൻഡ് രണ്ടുപേരും ഇതില് വളരെ സീരിയസ് ആയിട്ട്, ബഹുകർണ നിത്യാനന്ദദാസ് പ്രഭു ഇതില് ഇസ്കോണില് എല്ലാ സേവയിലും പ്രാപ്തരാണ്. പിന്നെ 2 മക്കളുണ്ട്, ഗായത്രിയും ഗോകുലും. രണ്ടുപേരും, മൂത്ത മോള് MBBS കഴിഞ്ഞു, ഇളയ മോൻ ചെയ്തോണ്ടിരിക്കുന്നു, MBBS ചെയ്തോണ്ടിരിക്കുന്നു. മാതാജി ആണെങ്കിൽ എല്ലാ ഇപ്പൊ വീക്ക്ലി ക്ലാസ്സിലും പിന്നെ തൃശ്ശൂർ, ട്രിവാൻഡ്രം, കൊച്ചി ഈ സെന്റേഴ്സില് വീക്ക്ലി ക്ലാസ്സുകളും നൽകുന്നു. അതല്ലാണ്ട് ഖത്തറില് ഭക്തിവൃക്ഷയും നടത്തിക്കൊണ്ടിരുന്നു. മാതാജി ഒന്നുകൂടെ ഞാൻ വെൽക്കം ചെയ്യുന്നു. മാതാജിക്ക് ഇന്ന് തന്നിരിക്കുന്നത് 9th ചാപ്റ്ററാണ്, രാജവിദ്യ രാജഗുഹ്യ യോഗം. അത് ഏറ്റവും പ്രാധാന്യമുള്ളതും ഏറ്റവും ഭഗവത്ഗീതയുടെ നടുക്കുള്ള ഒരു ശ്ലോകം, ഒരു സീക്രട്ട് ആണിത്. മാതാജി അത് നല്ല രീതിയിൽ വിവരിച്ച് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്ലോകം 1 മുതൽ 20 വരെ. ഓക്കെ, ഹരേ കൃഷ്ണ. സോറി, 17 വരെ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും എൻ്റെ സാദര പ്രണാമം. എല്ലാവർക്കും ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. श्री श्री राधा श्याम सुंदर भगवान की जय, प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रमानंदे, हरि हरि बोल. ജയരാധ മാധവ് വേണോ മാതാജി? വേണ്ട മാതാജി. ഓക്കെ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശ്രീമദ് ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് 9ാമത്തെ അധ്യായമാണ്. മാതാജി സൂചിപ്പിച്ചതുപോലെ രാജവിദ്യ രാജഗുഹ്യ യോഗം എന്നാണ് ഇതിന് നാമകരണം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ തന്നെ കുറിച്ചിട്ടുള്ള രഹസ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്ന അധ്യായമാണ് ഈ 9ാമത്തെ അധ്യായം. ഇത് ഭഗവത്ഗീതയുടെ 7 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഭഗവാൻ ചർച്ച ചെയ്യുന്നത്. ഭക്തിയോഗത്തെ കുറിച്ചിട്ട് ഭഗവാൻ കൂടുതലായിട്ടും പറയുന്നത് ഈ 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിലാണ്. അതിലൊരു അധ്യായമാണ് ഈ 9ാമത്തെ അധ്യായം. അപ്പോൾ 9ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ അധ്യായം നമ്മൾ കണ്ടു. ഭഗവത്ഗീതയുടെ ചരിത്രത്തെ കുറിച്ചിട്ട് ഭഗവാൻ വ്യക്തമാക്കിയ ഒരു അധ്യായമായിരുന്നു അത്. അപ്പോൾ ഈ 9ാമത്തെ അധ്യായത്തില് ഭഗവാൻ ഭക്തി യോഗത്തെ കുറിച്ചിട്ടും ഭക്തി എപ്രകാരം നമ്മൾ നല്ല രീതിയിൽ അനുഷ്ഠിക്കാം എന്നതിനെ കുറിച്ചിട്ടും ഒക്കെയുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ നമുക്ക് 1ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. അധ്യായം 9, ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച ഇദം തുതേ ഗുഹ്യതമം പ്രവക്ഷ്യാമി അനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. വിവർത്തനം. ശ്രീ ഭഗവാൻ പറഞ്ഞു, പ്രിയപ്പെട്ട അർജുന, നീ ഒരിക്കലും എന്നിൽ അസൂയാലു ആയിട്ടില്ല. അതിനാൽ അതീവ രഹസ്യമായ ഈ ജ്ഞാനവും വിജ്ഞാനവും നിന്നെ ഗ്രഹിപ്പിക്കാം. ഇതറിഞ്ഞാൽ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നീ മുക്തനാകും. അപ്പോൾ എന്തിനാണ് ഭഗവാൻ ഈ അധ്യായം നമ്മളോട് പറയുന്നത് എന്നതിന് ഭഗവാൻ ഇവിടെ ആദ്യമേ തന്നെ ഉത്തരം പറയുകയാണ് അല്ലെ. എന്തിനാണ് ഭഗവാൻ നമുക്ക് ഈ ജ്ഞാനമൊക്കെ പകർന്നു നൽകുന്നത്? അതീവ രഹസ്യമായിട്ടുള്ള ഈ ജ്ഞാനവും വിജ്ഞാനവും നീ ഗ്രഹിക്കുന്ന പക്ഷം ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് നിനക്ക് മുക്തി നേടാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ നിന്ന്, ഭൗതിക സാഗരത്തിൽ നിന്ന് കരകയറ്റുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ തന്നെ കുറിച്ചിട്ടുള്ള രഹസ്യം, ഭക്തി യുദ്ധ സേവനത്തിന്റെ അല്ലെങ്കിൽ ഭക്തിയുടെ രഹസ്യമൊക്കെ നമുക്ക് പറഞ്ഞു നൽകുന്നത്.
ഇപ്പോൾ ഒരു ഭക്തൻ ഭഗവാനെ കുറിച്ചിട്ട് എത്ര തന്നെ കേൾക്കുന്നുവോ അത്രയേറെ ബോധവാനായി തീരും. അപ്പോൾ അതിനാണ് ഭഗവാൻ തന്നെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഓരോരോ അധ്യായങ്ങളിലായി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. 4-ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറഞ്ഞിരുന്നു, ഭഗവത്ഗീതയുടെ ചരിത്രം വിശദമാക്കിയപ്പോൾ എന്തുകൊണ്ടാണ് അർജുനനെ തിരഞ്ഞെടുത്തത് ഗീത ഉപദേശിക്കാനെന്ന്, അല്ലെ? അവിടെ ഭഗവാൻ പറഞ്ഞു, ഭക്തോസിമേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. നീ എൻ്റെ ഭക്തനാണ്, സുഹൃത്താണ്, അതുകൊണ്ടാണ് നിന്നെ ഞാൻ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞു. ഇവിടെ ഈ ശ്ലോകത്തിലെ ഭഗവാൻ ഭഗവാൻ പറയാണ്, അനസൂയവേ, അല്ലെ? നീ എന്നോട് തെല്ലും അസൂയയില്ലാത്തവനാണ്, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഈ രഹസ്യം പകർന്നു നൽകുന്നത് എന്നാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ ഭക്തനാവാൻ വേണ്ട ഒരു യോഗ്യതയെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ? ഭഗവാനെ കുറിച്ച് അസൂയയില്ലാത്തവരായിട്ടിരിക്കുക, ഭഗവാനില് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അർപ്പിക്കുക. ഇപ്പൊ ഓരോരുത്തരുടെയും, അല്ലെ, നമ്മള് ഓരോരുത്തരും ഭഗവാന്റെ മക്കളാണ്, അല്ലെ? ഭഗവാൻ പറയുന്നുണ്ട്, അഹം ബീജപ്രതാപിത എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ മക്കളായ നമ്മളുടെ ഓരോരുത്തരുടെയും മനോഭാവത്തെ കുറിച്ചിട്ട് ഭഗവാന് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ എങ്ങനെയാണ് എന്നെ കുറിച്ചിട്ടുള്ള ശാസ്ത്രം മനസ്സിലാക്കേണ്ടത് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിലൂടെ എല്ലാം വിശദമാക്കുന്നത്. ഇപ്പോൾ ഭഗവാനെ സംബന്ധിക്കുന്ന ജ്ഞാനം എന്ന് പറയുന്നത് അതീവ രഹസ്യമാണ്. അത് ഭക്തിപരമായിട്ട് നമുക്ക് മുന്നേറാൻ വളരെ അത്യാവശ്യവുമാണ് ആ രഹസ്യം മനസ്സിലാക്കി ഇരിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി വൈഭവം ഭഗവാൻ നമുക്ക് പകർന്നു നൽകും. അതിനാണ് ഭഗവാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ, ഈ രഹസ്യമൊക്കെ ഉണ്ട് ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് വരാൻ എന്ന് ഭഗവാൻ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ 9-ാമത്തെ അധ്യായത്തിന്റെ വിഷയം എന്ന് പറയുന്നത് കലർപ്പറ്റ ഭക്തിയാണ്, അല്ലെ? പരിശുദ്ധമായിട്ടുള്ള ഭക്തിയാണ്. അപ്പോൾ ആ പരിശുദ്ധമായിട്ടുള്ള ഭക്തി എങ്ങനെ അനുഷ്ഠിക്കണം എന്നതാണ് ഭഗവാൻ ഈ 9-ാമത്തെ അധ്യായത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യായത്തിന് രാജവിദ്യ രാജഗുഹ്യ യോഗം എന്ന് പേര് നൽകിയിരിക്കുന്നത്. കാരണം ഗുഹ്യം എന്നാൽ എന്താണ്? രഹസ്യം, അതീവ രഹസ്യമാണ്, അല്ലെ? ഇത് ഏറ്റവും പ്രൈം ജുവലാണ് ഭഗവത്ഗീതയുടെ ഈ 9-ാമത്തെ അധ്യായം. അപ്പൊ അതുകൊണ്ട് അതിനെ അതീവ രഹസ്യം എന്ന് പറയുന്നു. പിന്നെ ഭഗവാനെ കുറിച്ചിട്ടാണ് ഭഗവാൻ വ്യക്തമാക്കുന്നത്, അതുകൊണ്ടാണ് അത് അതീന്ദ്രിയമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കുക, ഈ അതീന്ദ്രിയ ജ്ഞാനമൊക്കെ നമ്മൾ കരസ്ഥമാക്കുകയാണെങ്കിൽ നമുക്ക് ഭൗതിക ക്ലേശങ്ങൾ ഒഴിഞ്ഞ് ഭഗവാന്റെ സേവനം ചെയ്യാൻ നല്ല രീതിയിൽ ആത്മസാക്ഷാത്കാരത്തിലേക്ക് മുന്നേറി പോകാം എന്നാണ് ഈ ഒരു ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ വ്യക്തമാക്കുന്നത്. അപ്പൊ ഭഗവാനില് അസൂയയില്ലാത്തവരായിരിക്കുക എന്ന് പറയുന്നത് ഒരു യോഗ്യത തന്നെയാണ്. ഇപ്പൊ ഭഗവാനില് അസൂയ ഉണ്ടെങ്കിൽ ആർക്കും ഭഗവത്ഗീത ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയുടെ അവതാരികയിലെ പ്രഭുപാദര് അർജുനനെ പോലെ വേണം ഞാൻ ഭഗവത്ഗീത മനസ്സിലാക്കുവാൻ, ഭഗവത്ഗീതയെ സമീപിക്കുവാൻ എന്ന് പറയുന്നത്. അപ്പൊ അർജുനനെ പോലെയുള്ള യോഗ്യതകൾ നാം കൈവരിക്കണം. ഇപ്പൊ ഭഗവാനോട് തെല്ലും അസൂയ ഇല്ലാത്ത ആളായിരുന്നു അർജുനൻ. അപ്പൊ ഭഗവാനിലെ അസൂയ ഇല്ലാത്തവരായി മാറിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അടുത്ത ശ്ലോകം 2. രാജവിദ്യാ രാജഗുഹ്യം പവിത്രം ഇദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. വിവർത്തനം: ഈ ജ്ഞാനം രാജവിദ്യയാണ്, രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവും ഏറ്റവും പവിത്രമായതുമാണിത്. നേരിട്ട് ആത്മസാക്ഷാത്കാരം നൽകുന്നതുകൊണ്ട് ധർമ്മത്തിന്റെ പരിപൂർണതയാണിത്. ശാശ്വതവും സന്തോഷത്തോടെ ചെയ്യാവുന്നതുമാണ് ഇത്. അപ്പോ ഇവിടെ പറയുകയാണ്, അല്ലെ, ഈ ജ്ഞാനം ഭഗവാനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ ഭഗവാനെ സംബന്ധിക്കുന്ന ഈ ജ്ഞാനം രാജവിദ്യയാണ് എന്ന് പറയാണ്. വിദ്യകളില് രാജാവാണ് ഈ ജ്ഞാനം എന്ന് പറയാണ്. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യവുമാണ്, പവിത്രങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രവുമാണ്. എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് ആത്മസാക്ഷാത്കാരം നേടിത്തരുന്നത് കൊണ്ടാണ് ഇതിന് ഇത്രമാത്രം സവിശേഷതകൾ ഉള്ളത്. ഇപ്പോൾ ധർമ്മത്തിന്റെ പരിപൂർണതയായിട്ടാണ് ഭഗവാനെ സംബന്ധിക്കുന്ന ജ്ഞാനത്തിനെ കണക്കാക്കുന്നത്. ഭഗവാനെ സംബന്ധിക്കുന്നത് എന്തും ശാശ്വതമാണ്, പവിത്രമാണ്, നമുക്ക് സന്തോഷപൂർവം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ എല്ലാ സിദ്ധാന്തങ്ങളുടെയും തത്വചിന്തകളുടെയും രത്ന ചുരുക്കമാണ് ഈ 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഭഗവാൻ പകർന്നു നൽകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രാജവിദ്യ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് നമുക്ക് നേടാൻ പറ്റുന്ന അറിവ് എന്ന് പറയുന്നത്. ആ അറിവ് നാം കരസ്ഥമാക്കുമ്പോഴാണ് നാം ആത്മസാക്ഷാത്കാരത്തിലേക്ക് ചുവട് വെക്കുന്നത്. അപ്പോൾ
ഈ ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസമാണ് ഭഗവത്ഗീതയിൽ ഉടനീളം ചർച്ച ചെയ്യുന്നത്. 2-ാമത്തെ അധ്യായത്തിൽ തന്നെ ഭഗവാൻ ആത്മാവിനെയും ശരീരത്തെയും കുറിച്ചിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച് അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് തന്റെ ഭഗവത്ഗീത ഉപദേശങ്ങൾ തന്നെ ആരംഭിക്കുന്നത്, അല്ലെ? കാരണം നാം ശരീരബോധത്തിൽ നിന്നാൽ നമുക്ക് ഒരിക്കലും ഈ ജ്ഞാനം മനസ്സിലാക്കാനായിട്ട് സഹായകമാകില്ല. അപ്പൊ അർജുനൻ എന്തുകൊണ്ടാണ് 1-ാമത്തെ അധ്യായത്തില് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തളർന്നു നിൽക്കുന്നത്? ഗാണ്ഡീവം സംസ്കൃതേ ഹസ്ത ത്വക്ചൈവ പരിദഹ്യതേ എന്ന് പറഞ്ഞിട്ട് അർജുനൻ രഥത്തിൽ തളർന്നിരിക്കുകയാണ് ചെയ്തത്, അല്ലെ? എന്തുകൊണ്ടാണ്? ചുറ്റുപാടും നിൽക്കുന്ന ബന്ധുമിത്രാദികളെ, തന്റെ ഗുരുജനങ്ങളെ, തന്റെ പിതാമഹനെ ഞാൻ കൊല്ലാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് അർജുനൻ തളർന്നു പോകുന്നത്. ആദ്യമേ തന്നെ ഭഗവാനോടൊപ്പം രഥത്തിൽ യുദ്ധരംഗത്തേക്ക് വരുന്ന അർജുനൻ ഭഗവാനോട് പറയുന്നത് എന്താണ്? രഥം സ്ഥാപയമേ അച്യുത എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പോ ആത്മവിശ്വാസത്തില് നല്ലവണ്ണം ഇരിക്കുകയായിരുന്നു അർജുനൻ വളരെ ഉത്സാഹത്തോടുകൂടി യുദ്ധം ചെയ്യാൻ വന്നതാണ്. അപ്പൊ അർജുനൻ ഭഗവാനോട് പറയാണ്, എനിക്കെതിരെ എന്തൊക്കെ യുദ്ധതന്ത്രങ്ങളാണ് ഇവർ പ്രയോഗിക്കുന്നതെന്ന് ഞാൻ കാണട്ടെ കേശവ, അതുകൊണ്ട് രഥം ഒന്ന് മുൻപോട്ട് കയറ്റി നിർത്തൂ എന്നാണ് പറയുന്നത്. അത്രമാത്രം ആത്മവിശ്വാസം, അത്രമാത്രം ഉത്സാഹത്തിലാണ് അർജുനൻ യുദ്ധം ചെയ്യാൻ വന്നത്. പക്ഷേ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ബന്ധുമിത്രാദികളെ കണ്ടപ്പോ, പിതാമഹനെ കണ്ടപ്പോ, ദ്രോണാചാര്യരെ കണ്ടപ്പോ അർജുനൻ ഒന്ന് പകച്ചുപോയി, അല്ലെ? അർജുനൻ 1-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നുണ്ട്, ഇവരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ഞാൻ രാജ്യം സ്വന്തമാക്കിയിട്ട് എന്താണ് കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെ? കാരണം നമ്മളൊക്കെ എന്തെങ്കിലും നേടുമ്പോൾ നമ്മുടെ നേട്ടം നമുക്ക് പകർന്നു നൽകാൻ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം പങ്കിടാനായിട്ട് നമ്മുടെ ചുറ്റുമൊക്കെ ആൾക്കാർ വേണം. അപ്പൊ അർജുനൻ നോക്കുമ്പോൾ ഇവരെല്ലാം കൊന്നൊടുക്കിയിട്ട് ഞാൻ ജേതാവായി കഴിഞ്ഞാൽ ഈ സന്തോഷം ഞാൻ ആരോട് പങ്കുവെക്കുമെന്നാണ് അർജുനൻ ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ അർജുനൻ ശരീരബോധത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അർജുനൻ ഇത്തരം ചിന്തകളിലൊക്കെ പെട്ട് ഉഴറുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് 2-ാമത്തെ അധ്യായം തുടങ്ങുമ്പോ ഭഗവാൻ ചോദിക്കുകയാണ്, കുതസ്ത്വ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം എന്നാ ചോദിക്കുക. എവിടെ നിന്നാണ് അർജുന നിനക്ക് ഈ മാലിന്യം വന്നു പെട്ടത്? എനിക്കറിയാവുന്ന നീ ഇങ്ങനെയല്ലല്ലോ എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്. അപ്പോ തനിക്ക് വന്നുപെട്ട ഈ വിഷമസന്ധിയിൽ നിന്ന് കരകയറാൻ തനിക്ക് ഒറ്റയ്ക്ക് താൻ ഒറ്റയ്ക്ക് പൊരുതിയാൽ നേടില്ല എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അർജുനൻ ഭഗവാനെ ഗുരുവായിട്ട് അംഗീകരിക്കുന്നത്, അല്ലെ? കാർപ്പണ്യ ദോഷോ ബഹത സ്വഭാവ എന്ന് പറയുന്ന ശ്ലോകം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ഗുരുവായിട്ട് അംഗീകരിച്ചിട്ട് എൻ്റെ ഈ ആശങ്കകൾക്ക്, ഇല്ലേ, എൻ്റെ ഈ സംശയങ്ങൾക്ക് ഒരു മറുപടി തരൂ, എന്നെ ഈ വിഷമസന്ധിയിൽ നിന്ന് ഉയർത്തൂ എന്ന് അർജുനൻ ഭഗവാനോട് പറയുമ്പോഴാണ് ഭഗവാൻ ഗുരുവായിട്ട് മാറി, ഇല്ലെ? സുഹൃത്തായിരുന്ന ഭഗവാൻ ഗുരുവായിട്ട് മാറിയിട്ട് അർജുനൻ ഉപദേശങ്ങൾ നൽകുന്നത്, അല്ലെ? അർജുനൻ ശരീരബോധത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംസാരിച്ചത് എന്ന് ഭഗവാൻ അറിയാം. നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകൾ ഭഗവാൻ അറിയാം. അപ്പോൾ ഭഗവാൻ ഉടനെ തന്നെ ശരീരത്തിനെയും ആത്മാവിനെയും കുറിച്ചുള്ള വ്യത്യാസമാണ് അർജുനന് പകർന്നു നൽകിയത്. അപ്പൊ അവിടെ നിന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നത് പോലെ ആത്മാവും ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ അതീന്ദ്രിയ ജ്ഞാനം ഗ്രഹിക്കാനായിട്ട് നമ്മൾ പ്രാപ്തരാകുന്നത്, നമ്മൾ യോഗ്യത കൈവരിക്കുന്നത്. നമ്മൾ എന്തിനാണ് ഈ അറിവുകളൊക്കെ നേടുന്നത്? ഭഗവാന്റെ സേവനം ചെയ്യാൻ, അല്ലെ? ഭഗവാനെ സേവിക്കുവാൻ, ഭഗവാനെ ആരാധിക്കുവാൻ, ഭഗവാന്റെ നാമം ഉച്ചരിക്കുവാൻ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറിവുകളൊക്കെ നേടുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ നാമം ജപിക്കാനായിട്ട്, അല്ലെ, നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാണ് നാം അറിവോടുകൂടി ജപിക്കുമ്പോൾ അതിന് ഫലം പ്രാപ്തി കൂടുതലായിരിക്കും. ഗീതാ മഹാത്മ്യത്തിൽ പറയുന്നത് പോലെ ഒരേ ഒരു നാമം മാത്രം ഉണ്ടായിരിക്കട്ടെ, അല്ലെ? തന്നാമ സങ്കീർത്തനം, ഭഗവാന്റെ നാമം, അത് മാത്രമാണ് ഇവിടെ എവിടെയും മുഴങ്ങി കേൾക്കേണ്ടത്. ഒരേ ഒരു ഗീത, അല്ലെ, ഒരേ ഒരു പുസ്തകം മാത്രം എല്ലാവരും പഠിക്കട്ടെ, ഭഗവത്ഗീത, ഭഗവാനെ കുറിച്ചിട്ടുള്ള സന്ദേശം. അപ്പോൾ അത് മനസ്സിലാക്കുമ്പോൾ, ആ രാജവിദ്യ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നാമജപം ചെയ്യാനും നല്ല രീതിയിൽ ഭഗവാന്റെ സേവനങ്ങൾ നമുക്ക് ചെയ്യുവാനും സാധിക്കും. അടുത്ത ശ്ലോകം 3. അശ്രദ്ധദാനാ പുരുഷ ധർമ്മസ്യാസ്യ പരം തപ അപ്രാപ്യ മാം നിവർത്തന്തേ മൃത്യു സംസാരവത്മനി. വിവർത്തനം: ഈ ഭക്തിയുത സേവനത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് എന്നെ പ്രാപിക്കാനാവില്ല. ഹേ ശത്രുജ്ഞയ, അതുകൊണ്ട് അവർ ഈ ഭൗതിക ലോകത്തിൽ ജനന മരണങ്ങളുടെ വഴിയിലേക്ക് വീണ്ടും എത്തുന്നു.
അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്, ജനന മൃതികളുടെ ചക്രത്തിൽ വീണ്ടും വീണ്ടും കുടുങ്ങിപ്പോകുന്നത് എങ്ങനെയാണ് എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഭഗവാനെ വിശ്വാസമില്ലാത്ത ആളുകൾ അല്ലെ, ഇപ്പൊ ഭക്തിയുത സേവനത്തിൽ വിശ്വസിക്കുകയും ഭഗവാനെ അകമഴിഞ്ഞ് വിശ്വസിക്കുകയും ചെയ്താൽ നമുക്ക് ഈ ലോകത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടാമെന്നാണ് ഭഗവാൻ പറയുന്നത്. അവിശ്വാസികൾക്ക് ഒരിക്കലും രക്ഷയില്ല അല്ലെ. നമുക്ക് വിശ്വാസത്തോടു കൂടി മാത്രമേ നമുക്ക് എന്ത് പ്രവൃത്തിയും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. വിശ്വാസം അതല്ലേ എല്ലാം എന്നൊരു പ്രശസ്തമായിട്ടുള്ള പരസ്യവാചകം നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് അല്ലെ. വിശ്വാസത്തിലാണ് എല്ലാം അധിഷ്ഠിതമായിരിക്കുന്നത്. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഭഗവാനെ നമ്മൾക്ക് ഗുരുവായിട്ടും പിതാവായിട്ടും എന്ത് തന്നെ രീതിയിലാണെങ്കിലും നമുക്ക് ഭഗവാനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞു അല്ലെ, ഭക്തിയുത സേവനത്തിന്റെ തുടക്കം തന്നെ ശ്രദ്ധ സാധുസംഘ ഭജനക്രിയ അനർത്ഥ നിവൃത്തി. ആ ശ്രദ്ധയുടെ മറ്റൊരർത്ഥമാണ് വിശ്വാസം. അപ്പൊ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് മറ്റുള്ള 8 കാര്യങ്ങളിലേക്കും നമുക്ക് പുരോഗമിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ വിശ്വാസം നാം എങ്ങനെയാണ് കരസ്ഥമാക്കുക? ജ്ഞാനം നേടുന്നതിലൂടെ അല്ലെ. അജ്ഞാനം മാറിപ്പോകുമ്പോൾ നമ്മുടെ അജ്ഞാനത്തെ നാം ദൂരീകരിച്ച് അവിടെ ജ്ഞാനം കടന്നുകയറ്റം ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വിശ്വാസം ഉറയ്ക്കുന്നത്. അപ്പോൾ വിശ്വാസം ഉറയ്ക്കാനായിട്ട് ഭഗവാനെ കുറിച്ച് സംവദിക്കുന്ന ശാസ്ത്രങ്ങൾ, ഭഗവത്ഗീത, ഭാഗവതം മുതലായിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക, ഭഗവാനെ കുറിച്ച് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കുക അല്ലെ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പേഴ്സണാലിറ്റിയോട് നമുക്ക് താല്പര്യം തോന്നുമ്പോൾ നമ്മൾ അയാളെ കുറിച്ചിട്ട് അല്ലെ, ഇപ്പൊ ഒരു സിനിമാ നടനോ നടിയോ ആരെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാവട്ടെ, നമ്മൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് എന്തൊക്കെ അറിയാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചകഞ്ഞ് കണ്ടുപിടിക്കും അല്ലെ. ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ടോ അതെല്ലാം നമ്മൾ സംഘടിപ്പിച്ച് അതിലൂടെ എല്ലാം നമ്മൾ പോകും. അപ്പൊ നമ്മൾ ആ വ്യക്തിയെ കുറിച്ചിട്ട് കൂടുതൽ അറിയുമ്പോഴാണ് നമുക്ക് സ്നേഹവും താല്പര്യവും വിശ്വാസവും എല്ലാം കൂടുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് ഭഗവാനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക, ഭഗവാന്റെ മഹത്വങ്ങളെ കുറിച്ചിട്ട് കൂടുതൽ അറിയുക, ഭഗവാന്റെ നാമത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് നാമം കൂടുതൽ ജപിക്കാൻ തോന്നും. ഭഗവാന്റെ ലീലകളുടെ മാധുര്യത്തെ കുറിച്ച് അറിയുമ്പോൾ ഭഗവാന്റെ മഹത്വം നമുക്ക് വ്യക്തമാകും. ഭഗവാൻ പറയുന്നില്ലേ, യഥാഹി ധർമ്മസ്യ അല്ലെ. അത് ഒഫീഷ്യൽ കാരണമാണ് ഭഗവാൻ അവതരിക്കുന്നതിന്. പക്ഷെ തന്റെ ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ, തന്റെ ഭക്തന്മാരെ ഈ ലോകത്ത് നിന്ന് എന്നേക്കുമായിട്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനാണ് ഭഗവാന്റെ അവതാരങ്ങൾ അല്ലെ. ഓരോ അവതാരവും, നരസിംഹ അവതാരത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ അല്ലെ, നമുക്ക് പ്രഹ്ലാദനോട് സ്നേഹം തോന്നും, പ്രഹ്ലാദന്റെ ആ ഭക്തിയോട് നമുക്ക് വിശ്വാസം തോന്നും, നരസിംഹ ഭഗവാനോട് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നും. അതുപോലെയാണ് ഭഗവാന്റെ ഓരോ അവതാരങ്ങളും. ഇനി വരുന്ന ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ അതേക്കുറിച്ചിട്ട് വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഭഗവാനെ കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക അല്ലെ. ഏതൊക്കെ സ്രോതസ്സുകളിൽ നിന്ന് ഭഗവാനെ കുറിച്ചിട്ട് അറിയാൻ സാധിക്കുമോ അതൊക്കെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം താനേ വരും. പിന്നെ ഭഗവാന്റെ ശുദ്ധ ഭക്തരിൽ നിന്ന് ഭഗവാനെ കുറിച്ച് കേൾക്കുക അല്ലെ. ഭഗവാനെ കുറിച്ച് സംവദിക്കുന്ന ശാസ്ത്രങ്ങൾ പഠിക്കുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. അപ്പോൾ ഈ വിശ്വാസം വളർത്തിയെടുക്കലാണ് കൃഷ്ണാവബോധത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് അല്ലെ. കൃഷ്ണാവബോധം കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കൃഷ്ണഭക്തിയിൽ കുറെ കൂടി മുന്നോട്ട് വരുമ്പോൾ നമ്മൾ അതാണ് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ കൃഷ്ണാവബോധത്തില് ഉറച്ചിരിക്കുക, കൃഷ്ണഭക്തിയിൽ മുന്നേറി വരാനായിട്ട് നാം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഭക്തിയുത സേവനത്തില് അല്ലെങ്കിൽ ഭക്തിയില് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് വിശ്വാസം എന്നാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ശ്ലോകം 4. മയാ തദമിദം സർവം ജഗത് അവ്യക്തമൂർത്തിനഃ മത്സ്ഥാനി സർവഭൂതാനി ന ചാഹം തേഷു അവസ്ഥിതഃ. വിവർത്തനം: അവ്യക്തമായ രൂപത്തിൽ ഞാൻ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു. സർവഭൂതങ്ങളും എന്നിലാണ്, ഞാൻ അവയിലല്ല സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ശ്ലോകങ്ങളാണ് ഭഗവാൻ ഇനി പറയുന്നത്. പക്ഷെ അത് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയാൽ നല്ല രീതിയിൽ തന്നെ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഭഗവാൻ പറയാണ്, ഞാൻ അവ്യക്തമായിട്ടുള്ള രൂപത്തിൽ ഈ പ്രപഞ്ചമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നു, എല്ലാവരും എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഞാൻ അവയിലല്ല എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാം നമുക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, അധിഷ്ഠാനം തഥാ കർത്ത എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ അതിനകത്ത് കർമ്മം ചെയ്യുന്ന ആള്, കർമ്മം, അങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്നാലും
ഭഗവാന്റെ അനുമതി ആവുന്ന അഞ്ചാമത്തെ ഘടകം വരുമ്പോഴാണ് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ടുള്ള പര്യവസാനിക്കുന്നത്. അപ്പൊ നമുക്ക് പല രീതിയിലുള്ള പദ്ധതികളും പ്ലാനുകളും ഒക്കെ തയ്യാറാക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതിനൊരു അന്തിമമായിട്ടുള്ള ഒരു വിജയം എന്ന് പറയുന്നത് ഭഗവാന്റെ അനുമതിയാണ്. അപ്പോ അങ്ങനെ എല്ലാ കാര്യത്തിലും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലും ഭഗവാന്റെ ഇടപെടലുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ നാട്ടിൽ പറയാല്ലേ, തൂണിലുമുണ്ട് തുരുമ്പിലുമുണ്ട് ഈശ്വരൻ എന്ന് പറയാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഭഗവാൻ എല്ലായിടത്തുമുണ്ട്, ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കാണ്. പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമുക്കതിനെ കാണാൻ സാധിക്കില്ല. ഇപ്പോ ഭഗവാന്റെ നാമം, യശസ്, കീർത്തി, ലീലകള് എന്ന് ഉള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ പല ലീലകളെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതൊക്കെ സത്യമാണോ എന്നുള്ളൊരു ചിന്ത, അല്ലെ, ഇതൊക്കെ നടന്നതാണോ എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഇതൊക്കെ കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഭഗവാന്റെ മഹത്വത്തെ കുറിച്ചിട്ട് പരിപൂർണമായിട്ടുള്ള ഒരു ബോധ്യം കൈവരും. അപ്പോൾ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എല്ലാം എന്ന് ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധമായിട്ടുള്ള ഭക്തിയോടെ, പരിശുദ്ധമായിട്ടുള്ള വിശ്വാസത്തോടെ, ശരിയായ മാർഗനിർദ്ദേശത്തോടെ നമ്മൾ ഭക്തി അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിന് പരിപൂർണ സന്തോഷവും സമാധാനവും ശാന്തിയും കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അല്ലെ, സൂര്യപ്രകാശം എല്ലായിടത്തും വ്യാപിക്കുന്നത് പോലെയാണ് ഭഗവാൻ. അപ്പൊ ഭഗവാന്റെ ശക്തി ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഉണ്ട് അല്ലെ. പക്ഷെ നമുക്കത് നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഭഗവാന്റെ ശക്തിയിലാണ് എല്ലാം തന്നെ നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഇവിടെയുള്ള എല്ലാം നിലനിൽക്കുന്നത് ഭഗവാന്റെ ശക്തിയിൽ അധിഷ്ഠിതമായിട്ടാണ്. അപ്പൊ ഇവിടെ വേറൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഒരു രാജാവ് ഭരണകൂടത്തിന്റെ തലവനാണ്. അപ്പൊ അതിന്റെ വിവിധ വകുപ്പുകൾ ഭഗവാൻ ആ രാജാവ് കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ. അദ്ദേഹത്തിന്റെ മേൽനോട്ടം എല്ലാ വകുപ്പുകളിലും ഉണ്ട്. അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ചിട്ടാണ് എല്ലാ വകുപ്പുകളും പ്രവർത്തിക്കുന്നത്. അവരുടെയൊക്കെ തീരുമാനവും ഈ രാജാവിൽ അധിഷ്ഠിതമാണ്. അതേപോലെ തന്നെ ഭഗവാനിൽ അധിഷ്ഠിതമാണ് എല്ലാ ശക്തികളും. എല്ലാത്തിൻ്റെയും കേന്ദ്രം, പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഇപ്പൊ നമ്മള് വായു, ചൂട്, വെളിച്ചം അല്ലെ, എല്ലാം ഈ ലോകത്തുണ്ട്. അതിനൊക്കെ ഓരോ ദേവതകളുമുണ്ട്. വരുണൻ ദേവൻ, വായുദേവൻ, അഗ്നിദേവൻ, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അവരുടെ എല്ലാവരുടെയും നാഥൻ അല്ലെങ്കിൽ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ഭഗവാനാണ്. ഭഗവാന്റെ ഇച്ഛയിലാണ് അവരെല്ലാവരും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഭഗവാന്റെ അധികാരത്തിന് കീഴിലാണ് ഈ പ്രപഞ്ചം പൂർണ്ണമായിട്ടും നിലകൊള്ളുന്നത്. ഭഗവാൻ പക്ഷേ ഓരോരോ കാര്യത്തിലും പോയിട്ട് ഇടപെടാറില്ല എന്ന് മാത്രം. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനത്തിൽ അല്ലെ, പ്രധാനമന്ത്രി എല്ലാ കാര്യത്തിലും പോയിട്ട് ഇടപെടുവോ? പഞ്ചായത്തിന്റെ കാര്യത്തിലൊക്കെ വന്നിട്ട് പ്രധാനമന്ത്രി ഇടപെടുവോ? ഇല്ല. അപ്പൊ പക്ഷേ പ്രധാനമന്ത്രിയുടെ ഒരു നിയന്ത്രണം എല്ലാ ഭാഗത്തും ഉണ്ടാകും. അതുപോലെയാണ് ഭഗവാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്. എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്ന് പറയുന്നത് ഭഗവാന്റെ അനുമതിയാണ്. അപ്പൊ അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഭഗവാനിലെ കുറെ കൂടി നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ പറ്റും. ഭഗവാനെ കുറിച്ചിട്ടുള്ള മഹത്വം നമുക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടും. അപ്പോൾ അടുത്ത ശ്ലോകം 5. നചാമത്സ്ഥാനി ഭൂതാനി പശ്യമേ യോഗമൈശ്വര്യം ഭൂതഭൃന്നച ഭൂതസ്ഥോ മമാത്മാ ഭൂതഭാവനഃ. വിവർത്തനം: സൃഷ്ടിജാലങ്ങളൊന്നും എന്നിൽ സ്ഥിതി ചെയ്യുന്നില്ല. എൻ്റെ യോഗപ്രഭാവം നോക്കൂ. സർവഭൂതങ്ങളുടെയും പരിപാലകനും സർവവ്യാപിയുമാണെങ്കിലും ഞാൻ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല, മറിച്ച് ഞാനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവസ്ഥാനം. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഭഗവാനാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവസ്ഥാനം എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്നെ ഈ പ്രത്യക്ഷ പ്രപഞ്ചത്തിന്റെ ഒരു അംശമല്ല ഞാൻ, പക്ഷെ എല്ലാം എന്നിൽ തന്നെ സ്ഥിതി ചെയ്യാണ്. ഞാൻ സർവ്വവ്യാപിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾക്കറിയാം അല്ലെ, ഈ പ്രപഞ്ചത്തില് ഗ്രഹവ്യൂഹങ്ങൾ എങ്ങനെ ഒഴുകി നടക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സയൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അന്തരീക്ഷം, ഈ ഗ്രഹവ്യൂഹങ്ങൾ ഒഴുകി നടക്കാനുള്ള ഈ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭഗവാന്റെ ശക്തിയാണ് എന്ന് പറയാണ്. അപ്പൊ ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ പക്ഷെ അദ്ദേഹം എല്ലാം ഇങ്ങനെ സൃഷ്ടിക്കുന്നു, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഭഗവാൻ ഒന്നിലും പോയിട്ട് ഇടപെടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ
എല്ലാറ്റിൽ നിന്നും, ഈ പ്രപഞ്ചത്തിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ഭഗവാൻ. അപ്പൊ എല്ലാറ്റിൻ്റെയും ആശ്രയസ്ഥാനം ഭഗവാനാണ്. ഇതിനെയാണ് ഇവിടെ ഭഗവാന്റെ യോഗശക്തി എന്ന് ഭഗവാൻ വിശദമാക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ശ്ലോകത്തിൽ കുറെ കൂടി വ്യക്തമായിട്ട് ഭഗവാൻ ഇതേക്കുറിച്ചിട്ട് നമ്മളോട് പറയും. ഇപ്പൊ ശ്ലോകം 6: യഥാകാശസ്ഥിതോ നിത്യം വായു സർവത്ര ഗോ മഹാൻ തഥാ സർവാണി ഭൂതാനി മസ്താനീത്യുപധാരയാ. വിവർത്തനം: ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ശക്തിയുള്ള കാറ്റ് എല്ലായിടത്തും സഞ്ചരിക്കുന്നു. അതുപോലെ സർവ്വസൃഷ്ടികളും എക്കാലത്തും എന്നിലാണ് വിശ്രമിക്കുന്നത്. ഇപ്പൊ ഭഗവാനിലെ എങ്ങനെയാണ് ഈ ഭീമമായിട്ടുള്ള പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് നമ്മുടെ ബുദ്ധിക്ക് ഊഹിക്കാനാവില്ല. അതിലപ്പുറത്താണ് ഭഗവാന്റെ ശക്തിയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം പറയാണ്. എന്താണ് പറയുന്നത്? ഇപ്പൊ ആകാശത്തിലുള്ള കാറ്റ്, അല്ലെ, വായു, ആ കാറ്റാണ് പ്രപഞ്ചത്തിന്റെ മഹത്തായ ആവിർഭാവം എന്ന് പറയാണ്. അപ്പൊ ആ വായുവിന്റെ ചലനം എല്ലാ പദാർത്ഥങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷെ അതിന്റെ പ്രഭവ സ്ഥാനം എന്ന് പറയുന്നത് ആകാശത്തിലാണ്, അല്ലെ. നമുക്ക് വായുവിനെ നമ്മുടെ കണ്ണ് വെച്ചിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ല വായു. പക്ഷെ വായു ഉണ്ട് ഇവിടെ, അല്ലെ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുവോ? ഒരു കുറച്ചു നേരത്തേക്കെങ്കിലും 3 സെക്കൻഡ് നേരത്തേക്ക് 3 മിനിറ്റ് നേരത്തേക്ക് വായു ഇല്ലായ നമ്മുടെ മസ്തിഷ്കം മരിച്ചു പോകും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും ശ്രേഷ്ഠമാണ് വായു. അപ്പോൾ ആ വായു ഇല്ലെങ്കിൽ നമുക്ക് ആർക്കും ഇവിടെ നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ, അപ്പോൾ ഈ വായു പോലെയാണ് ഭഗവാൻ, എല്ലായിടത്തും ഉണ്ട്. ഭഗവാൻ സർവ്വവ്യാപിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ വിസ്മയാവഹമായിട്ടുള്ള ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതും നിലനിർത്തുന്നതും എല്ലാം ഭഗവാനാണ്. ഭഗവാന്റെ ഇച്ഛയാലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് പറയാണ്. അപ്പോൾ എല്ലാം ഭഗവാന്റെ ഇച്ഛയിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അധിഷ്ഠാനം തഥാകർത്ത എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നത് ദൈവം ചൈവാത്ര പഞ്ചമം എന്ന് പറയുന്നത്. 5ാമത്തെ ഘടകമായിട്ടുള്ള ഭഗവാന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചല്ലാതെ ഇവിടെ ഒരു പുൽക്കൊടി പോലും ചലിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് പരമസത്യമായിട്ടുള്ള കാര്യമാണ്, അല്ലെ. അപ്പൊ അത് അംഗീകരിച്ചാൽ തന്നെ നമുക്ക് നമ്മളല്ല ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് വരാൻ സാധിക്കും. നമ്മളെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്ത് പ്രവർത്തിക്കുന്ന പാവകളെ പോലെയാണ് ഇവിടെ ആടിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ പറയുന്നില്ലേ, നിമിത്ത മാത്രം ഭവസവ്യ സാജി എന്നാണ് അർജുനനോട് പറയുന്നത്, അല്ലെ. നീ എനിക്ക് ഒരു ഉപകരണമായിട്ട് നീ പ്രവർത്തിച്ചാൽ മതി, എൻ്റെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു തരാനായിട്ടൊരു ഉപകരണമായിട്ട് നീ പ്രവർത്തിച്ചാൽ മതി എന്നാ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്, ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ട് ആടുന്ന പാവകളെ പോലെയാണ് നമ്മൾ. അപ്പൊ നമുക്കും ആഗ്രഹങ്ങളുണ്ട്, നമുക്കും പ്രതീക്ഷകളുണ്ട്, അല്ലെ, നമുക്കും അസ്തിത്വമുണ്ട്. ആ സത്യം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഭഗവാൻ നമ്മളിൽ ഈ അറിവുകളൊക്കെ പകർന്നു നൽകുന്നത്. അപ്പൊ ഇവിടെ എല്ലാം ഭഗവത് ഇച്ഛയ്ക്ക് ഭഗവത് ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം പ്രവർത്തിക്കുന്നത്. ഒരു പുൽക്കൊടി പോലും ഇവിടെ അല്ലാതെ ചലിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പൊ ഭഗവാന്റെ എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതും സംഹരിക്കുന്നതും എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ്. അപ്പൊ ആ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് ഈ പ്രപഞ്ചം തന്നെ വർത്തിക്കുന്നത് എന്നാണ് ഭഗവാൻ ഈ ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പോൾ എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിന് അധീനമായിട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സത്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. അടുത്തത് ശ്ലോകം 7: സർവഭൂതാനി കൗന്ദേയ പ്രകൃതിം യാന്തി മാമികാം കൽപക്ഷയേ പുനഃസ്ഥാനി കൽപാദൗ വിസൃജാമ്യഹം. വിവർത്തനം: കുന്തിപുത്ര, ഓരോ കൽപ്പത്തിന്റെയും അവസാനത്തിൽ ഈ ഭൗതിക ആവിർഭാവങ്ങളെല്ലാം എന്നിൽ പ്രവേശിക്കുന്നു. അടുത്ത കൽപ്പം ആരംഭിക്കുമ്പോൾ ഞാൻ അവയെ വീണ്ടും എൻ്റെ ശക്തിയാൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭാവാർത്ഥം അപ്പൊ ഇവിടെ പറയുന്നത് ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്ക് അധീനപ്പെട്ടിരിക്കുന്നു എന്ന് പറയാണ്, അല്ലെ. നമ്മൾ ഇതിനു മുൻപ് അത് തന്നെയാണ് ഈ 2-3 ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത്. എല്ലാം ഭഗവാനിലാണ് കുടികൊള്ളുന്നത്, എല്ലാം നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഒരു കൽപ്പത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ മരണത്തോടു കൂടിയിട്ടാണ്. അതേക്കുറിച്ചിട്ട് നമ്മൾ ഇനി വിശദമായിട്ട് പിന്നീട് പഠിക്കും. അപ്പോൾ ബ്രഹ്മാവ് മരണമടയുമ്പോഴാണ് ഇവിടെ പ്രളയം സംഭവിക്കുകയും ഭഗവാനിൽ നിന്ന് ആരംഭിച്ച ശക്തികളെല്ലാം ഭഗവാനിൽ തന്നെ വിലയം പ്രാപിക്കുകയും ചെയ്യും. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് വീണ്ടും സൃഷ്ടി നടത്തുമ്പോൾ അവയെല്ലാം ഭഗവാനിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെയാണ്
ഇതെല്ലാം സൃഷ്ടി നടക്കുന്നത്. അപ്പൊ അതേക്കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭൗതിക ശക്തി പ്രവർത്തിക്കുന്നതും ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ്. ഈ പ്രപഞ്ചം നിലനിൽക്കുന്നതും എന്നിൽ തന്നെയാണ്. അവസാനം അല്ലെ, ഈ പ്രപഞ്ചം അവസാനിക്കുമ്പോൾ, പ്രളയം സംഭവിക്കുമ്പോഴും എല്ലാവരും എന്നിലേക്ക് തന്നെ പ്രവേശിക്കുകയും വീണ്ടും സൃഷ്ടി നടക്കുമ്പോൾ ഭഗവാന്റെ ശക്തി കൊണ്ട് അവരെല്ലാം വീണ്ടും പുനഃസൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോ പോലത്തെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാം നിലനിൽക്കുന്നത് ഭഗവാനിലാണ് അല്ലെ, എല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചിട്ടാണ് സംഭവിക്കുന്നത്. അടുത്ത ശ്ലോകം, ശ്ലോകം 8. പ്രകൃതിം സ്വാമവഷ്ടഭ്യ വിസൃജാമി പുനഃ പുനഃ ഭൂതഗ്രാമമിമം കൃഷ്ണം അവശ്യം പ്രകൃതേർവശാത്. വിവർത്തനം: പ്രപഞ്ച പ്രവർത്തനം എൻ്റെ അധീനതയിലാണ്. എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ തിരോഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാന്റെ ശക്തിയെ കുറിച്ചിട്ട് പറയാണ് അല്ലെ, ശക്തിയുടെ മഹത്വത്തെ കുറിച്ചിട്ട് ഭഗവാൻ പറയാണ്. അപ്പൊ എല്ലാം എൻ്റെ അധീനതയിലാണ്, എൻ്റെ ശക്തിയിലാണ് എല്ലാം നിലനിൽക്കുന്നത്, എൻ്റെ അധികാരത്തിന്റെ പരിധിയിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് അത് വീണ്ടും വീണ്ടും ആവിർഭവിക്കുകയും ഒടുവിൽ അവസാനിക്കുകയും ചെയ്യുന്നത് എന്ന് ഭഗവാൻ പറയാണ്. അപ്പോ ഭഗവാന്റെ താഴ്ന്ന ശക്തിയുടെ ആവിഷ്കാരമാണ് ഈ പ്രപഞ്ചം അല്ലെ. ഇതിന് മുൻപുള്ള ശ്ലോകങ്ങളിലൊക്കെ പല തവണയായിട്ട് നമ്മൾ ഇത് പഠിച്ചതാണ്. അപ്പോൾ ഭഗവാന്റെ ശക്തിയിലാണ് എല്ലാം നിലനിൽക്കുന്നത്. ഇപ്പോൾ ജീവാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം പ്രകൃതിയുടെ ഗർഭത്തിൽ നിലകൊള്ളുകയും പൂർവ്വജന്മ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് വീണ്ടും ഇവിടെ വിവിധ ശരീരങ്ങൾ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ് ആരംഭിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ മനുഷ്യര് മാത്രമല്ല അല്ലെ ഈ ലോകത്തുള്ളത്, വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. മനുഷ്യര്, മൃഗങ്ങള്, പക്ഷികള്, അങ്ങനെ എല്ലാം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എല്ലാം മരണസമയത്ത്, അതായത് അവര് ആ ശരീരം ഉപേക്ഷിക്കുമ്പോൾ അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്, ആ ആഗ്രഹങ്ങളോട് കൂടി തന്നെയാണ് അവര് അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇതിന് 8ാമത്തെ അധ്യായത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, യം യം വ്യാപി സ്മരൺ ഭാവം. മരണസമയത്തുള്ള ആഗ്രഹങ്ങൾ അനുസരിച്ചിട്ടാണ്, ആ മരണസമയത്തുള്ള സ്മരണയ്ക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ശരീരം ലഭ്യമാകുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടല്ലേ, വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ സാധാരണ ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ നടക്കുമോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതെല്ലാം ഭഗവാനെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് ഈ അധ്യായത്തിന് രാജവിദ്യ രാജഗുഹ്യം എന്ന പേര് നൽകിയിരിക്കുന്നത്. ഇത് ഗുഹ്യമായിട്ടുള്ള അല്ലെ, അതീവ രഹസ്യമായിട്ടുള്ള ജ്ഞാനമാണ്, അറിവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് കുറെ കൂടി ഉണർന്ന് നമുക്ക് ഭക്തിയിൽ മുന്നേറണമെന്ന് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ ജീവാത്മാക്കളുടെയും ആഗ്രഹങ്ങളെ, പ്രതീക്ഷകൾക്കൊക്കെ ഭഗവാൻ വില നൽകുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് എന്ത് ആഗ്രഹമാണ് ഉണ്ടായിരുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ അടുത്ത ശരീരത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ ജീവാത്മാക്കളുടെ വാസനകൾക്കനുസരിച്ചിട്ട്, ആഗ്രഹങ്ങൾക്ക് അനുയോജ്യമായിട്ടാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ പക്ഷെ ഭഗവാൻ ഇതിലൊന്നും പെടാതെ നിൽക്കുന്നു അല്ലെ. ഭഗവാനെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം, ശ്ലോകം 9. നചാമാം താനി കർമാണി നിബധ്നന്തി ധനഞ്ജയ ഉദാസീനവദാസീനം അസക്തം തേഷു കർമ്മസു. വിവർത്തനം: ധനഞ്ജയ, ഈ കർമ്മങ്ങൾക്കൊന്നും തന്നെ എന്നെ ബന്ധിക്കുവാൻ കഴിയില്ല. ഒരു ഭൗതിക പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടാതെ ഉദാസീനനെ പോലെ സ്ഥിതി ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഭഗവാനെ ഇതൊന്നും ബന്ധിക്കുന്നില്ല എന്ന് പറയാണ് അല്ലെ. നമ്മളെയാണ് ഓരോന്നും ബന്ധിച്ച് നിർത്തുന്നത്. ഭഗവാൻ എല്ലാ പ്രവർത്തനങ്ങളോടും, എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളോടും ഉദാസീനമായിട്ടുള്ള നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ വിവിധ ശക്തികളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം ഇവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് ഹൈക്കോടതി ജഡ്ജി അല്ലെ. അപ്പൊ ഹൈക്കോടതി ജഡ്ജി പരമാധികാരിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ് ഒരു വ്യക്തിയെ നമ്മൾ തൂക്കിക്കൊല്ലാൻ വിധിക്കും, അല്ലെങ്കിൽ നമ്മൾ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കും, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പോ ഈ ജഡ്ജി അല്ലെ തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നുണ്ട്, ജീവപര്യന്തത്തിന് ശിക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും ഈ
ഈ ജഡ്ജിക്ക് ഒരു റോളില്ല അല്ലെ, അദ്ദേഹം തന്റെ ഡ്യൂട്ടി ചെയ്യാണ്, തന്റെ കടമ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വിധികളൊക്കെ പ്രസ്താവിക്കുന്നുണ്ടെങ്കിലും ആ വിധികളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അദ്ദേഹം വീട്ടിൽ പോയിട്ട് അയ്യോ ഞാൻ അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചല്ലോ, ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിലപിക്കോ? ഒരിക്കലും വിലപിക്കില്ല. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയാണ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ഭംഗിയായിട്ട് നിർവഹിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഭഗവാൻ അല്ലെ. ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നുണ്ട്, പ്രപഞ്ചത്തിന്റെ എല്ലാ കാര്യങ്ങളും ഭഗവാനിലൂടെയാണ് നടക്കുന്നത്. പക്ഷെ ഭഗവാൻ അതേക്കുറിച്ച് ഓർത്ത് ബന്ധസ്ഥനാവുന്നില്ല എന്ന് പറയാണ്. ഇപ്പോൾ ജഡ്ജി വീട്ടിൽ പോയിട്ട് വിലപിക്കോ, എനിക്കിങ്ങനെ ഞാൻ ചെയ്തല്ലോ, അയാളെ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് വിലപിക്കില്ല. അതേപോലെ ഭഗവാൻ ഇപ്പൊ സൃഷ്ടി നടത്തും, സംഹാരം നടത്തും, എല്ലാം നടത്തും അല്ലെ, എല്ലാ കാര്യങ്ങളും ഈ പ്രപഞ്ചത്തിൽ നടത്തും. പക്ഷെ ഭഗവാൻ അതേക്കുറിച്ച് ഓർത്തൊന്നും അങ്ങനെ പരിതപിക്കില്ല, അല്ലെങ്കിൽ അതേക്കുറിച്ച് ഇങ്ങനെ ആകുല ചിത്തനാവില്ല. അതാണ് ഇവിടെ ഭഗവാൻ ഒന്നിലും ബന്ധപ്പെടുന്നില്ല എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെ, നമ്മുടെ മുജ്ജന്മ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾക്ക് ഓരോ ശരീരത്തിലേക്ക് പിറവിയെടുക്കാൻ സാധിക്കുന്നത്. അത് ഭഗവാൻ ഒരിക്കലും ആ കാര്യങ്ങളിലൊന്നും ഇടപെടില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അടുത്തത് ശ്ലോകം 10. മയാ ദക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതു നാനേന കൗന്ദേയ ജഗത് വിവർത്തനം. അല്ലയോ കുന്തിപുത്ര, എന്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഭഗവാൻ അല്ലെ അതൊന്നും കൂടി ഉറപ്പിക്കുകയാണ്. എൻ്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതി എൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഈ ചരാചരങ്ങളെല്ലാം സൃഷ്ടിക്കുന്നത് അല്ലെ, അല്ലാതെ ഭൗതിക പ്രകൃതിയുടെ സ്വന്തം ഇഷ്ടത്തിനല്ല എന്ന് പറയാണ്. എൻ്റെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഇവിടെ ഒരു പുൽക്കൊടി പോലും ഭഗവാന്റെ ഹിതമനുസരിച്ച് അല്ലാതെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഭൗതിക ലോകത്തിന്റെ അല്ലെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും അതിന് പിന്നിലുള്ള ഇച്ഛാശക്തിയും എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭരണ ചുമതല നിർവഹിക്കുന്നത് ആരാണ്? ഭൗതിക പ്രകൃതി. അപ്പൊ ഇതേക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇനി കൂടുതൽ പഠിക്കും, കൂടുതൽ വിശദമായിട്ട് നമുക്ക് ഇതേക്കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ഈ ശ്ലോകത്തില് പറയുന്നത് ജീവാത്മാവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടും മുൻജന്മത്തിൽ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾക്കനുസരിച്ചിട്ടുമായിരിക്കും അവർ ഓരോരോ ആകൃതിയിൽ, അതായത് ഓരോരോ ജീവികളിലെ, ഇപ്പൊ നമ്മൾ പട്ടി, പൂച്ച, പന്നി, അങ്ങനെ പല സ്ഥലത്തിലും നമ്മൾ ജന്മം എടുക്കുന്നത് അത്തരം ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടാണ്, അവരുടെ കർമ്മം അനുസരിച്ചിട്ടാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലൊന്നും ഭഗവാന് യാതൊരു റോളും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭൗതിക പ്രകൃതിക്ക് ഭഗവാന്റെ ഇച്ഛ അല്ലെങ്കിൽ ഭഗവാന്റെ അനുമതി ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് ഭഗവാൻ നമ്മളെ വ്യക്തമാക്കുന്നത്. അടുത്തത് ശ്ലോകം 11. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമാഭൂത മഹേശ്വരം. വിവർത്തനം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എന്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഭഗവാൻ പരമമായിട്ടുള്ള ഒരു സത്യം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അല്ലെ. ഭഗവാൻ നമ്മുടെ മനുഷ്യരൂപത്തിലൊക്കെ ഭഗവാൻ അവതരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനായിട്ടും ശ്രീരാമചന്ദ്ര ഭഗവാനായിട്ടും ബലരാമനായിട്ടും ഒക്കെ ഭഗവാൻ മനുഷ്യരൂപത്തിൽ വന്നു അല്ലെ. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ, അവരുടെ അതിമാനുഷികമായിട്ടുള്ള പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് സംശയം തോന്നാം അല്ലെ, നമ്മള് തെറ്റിദ്ധരിക്കപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ പറയുന്നത്. അപ്പോൾ ഞാൻ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ അത് സാധാരണ മനുഷ്യനാണ് ഞാൻ എന്ന് കരുതുന്നത് വിഡ്ഢികളാണ് എന്ന് പറയാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ഭഗവാനെ സാധാരണ ഒരു മനുഷ്യനായിട്ട് കരുതരുത് എന്നൊരു താക്കീതാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് നൽകുന്നത്. അപ്പൊ ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് സച്ചിദാനന്ദമയമാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ശരീരം സച്ചിദാനന്ദമയമല്ല, അത് നശിച്ചു പോകുന്ന ശരീരമാണ്. പക്ഷെ ഭഗവാന്റേത് നശിക്കാത്ത ശരീരമാണ്. അപ്പൊ ഭഗവാൻ ഇവിടെ നിന്ന് ലീലകളൊക്കെ അവസാനിപ്പിച്ചു പോകുമ്പോൾ ഭഗവാൻ ഈ ലോകത്ത് നിന്ന് ഭഗവാന്റെ ധാമത്തിലേക്ക് പ്രസ്ഥാനം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ നിന്ന് ഭഗവാന്റെ ധാമത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ ഒരിക്കലും ജന്മമൃത്യു ജരാവ്യാധിയിൽ പെടുന്ന ആളല്ല. ഭഗവാൻ അതിൽ നിന്നൊക്കെ ഉയർന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാന്റെ ശരീരം അതീന്ദ്രിയമാണ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ശരീരം അങ്ങനെയല്ല. നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചതാണ്, അത് നശിക്കാനുള്ളതാണ്.
പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് സച്ചിദാനന്ദമാണ് അല്ലെ. നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് ഭഗവാന്റെ അംശമായതുകൊണ്ട് അത് സച്ചിദാനന്ദമാണ്, അത് അതീന്ദ്രിയമാണ്. അപ്പൊ ആ ഒരു യോഗ്യത അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി ആത്മാവിനുണ്ട്, പക്ഷെ നമ്മുടെ ശരീരത്തിനില്ല. അതാണ് നമ്മളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ നിലയ്ക്കനുസരിച്ച്, നമ്മുടെ ശരീരത്തിന്റെ ലെവലിനനുസരിച്ച് നമ്മൾ ഒരിക്കലും ഭഗവാനെ കണക്കാക്കരുത്. അതുകൊണ്ടാണ് ഭഗവാൻ മനുഷ്യന്റെ രൂപത്തിൽ പ്രകടമാകുമ്പോൾ ഒരു സാധാരണ മനുഷ്യനായിട്ട് ഭഗവാനെ കണക്കാക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാന്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ച് അറിയാതെയാണ് നമ്മൾ പലരും ഭഗവാനെ തെറ്റിദ്ധരിക്കുന്നത്, ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് കരുതി പുച്ഛിക്കുന്നത്. ഇപ്പോൾ ഭഗവാന്റെ ആനന്ദമയവും വിജ്ഞാനമയവുമായിട്ടുള്ള ശരീരത്തിന്റെ അതീന്ദ്രിയ ഗുണങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഭഗവാനെ കുറിച്ച് യഥാർത്ഥ ജ്ഞാനം നാം കൈവരിക്കുമ്പോൾ നമ്മുടെ ഈ അജ്ഞാനമെല്ലാം മാറ്റി നമുക്ക് നല്ല ബോധ്യത്തോട് കൂടിയിട്ട് ഭഗവാന്റെ ഭക്തിയിൽ നമുക്ക് ഏർപ്പെടാൻ സാധിക്കും. പൂർണ്ണമായിട്ടുള്ള ജ്ഞാനത്തോടെ നമുക്ക് ഭഗവാന്റെ ഭക്തിയിൽ ഏർപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അവതാരങ്ങളെല്ലാം ഭഗവാൻ കൈക്കൊള്ളുന്നത് ഭഗവാന്റെ അന്തരംഗ ശക്തി മൂലമാണ് അല്ലെ, അതിന്റെ പ്രേരണ മൂലമാണ്. ഇപ്പൊ ഭഗവാൻ അസംഖ്യം അവതാരങ്ങൾ കൈക്കൊള്ളുന്നുണ്ട്. ഇപ്പൊ ശ്രീമദ് ഭാഗവതിൽ പറയുന്നുണ്ട് അല്ലെ, ഭഗവാന്റെ അവതാരങ്ങളൊക്കെ തിരമാലകൾ പോലെ, കടലിലെ തിരമാലകൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അതുപോലെ അനന്തമാണ് ഭഗവാന്റെ അവതാരങ്ങൾ. നമുക്ക് ഒരിക്കലും എണ്ണിത്തീർക്കാൻ സാധിക്കാത്തത്ര അവതാരങ്ങൾ ഭഗവാനിലുണ്ട്. പക്ഷെ എപ്പോഴും ഭഗവാൻ സ്വയം കൃഷ്ണനായിട്ട് അല്ലെങ്കിൽ ഭഗവാനായിട്ട് നിലകൊള്ളാണ്. ഭഗവാന്റെ നിലയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. ഇപ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോയാൽ നമുക്കൊരു കുറവ് സംഭവിക്കും. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ എപ്പോഴും പൂർണ്ണനായിട്ട് തന്നെ നിലകൊള്ളും. നമ്മൾ പഠിച്ചിട്ടില്ലേ, പൂർണ്ണസ്യ പൂർണ്ണമാദായ അവശിഷ്യതേ എന്ന് പറയാം. അത് പൂർണ്ണമായിട്ട് എപ്പോഴും നിലകൊള്ളും. എന്തൊക്കെ തന്നെ പുറത്തേക്ക് പോയാലും ഭഗവാൻ പൂർണ്ണനായി തന്നെ നിലകൊള്ളും. ഇപ്പൊ ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോ പല ലീലകളും കാണിച്ചിട്ടുണ്ട് അല്ലെ. കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ പൂതനാവധം ചെയ്തിട്ടുണ്ട്. അതുപോലെ 7 വയസ്സുള്ളപ്പോ ഗോവർദ്ധനം വിരലിൽ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുക? അമ്മയെ വേദനിപ്പിച്ചിട്ട് അല്ലെ, കാറി കൂവി നിലവിളിച്ച് കൂവി എല്ലാവരെയും അറിയിച്ചിട്ട്. ഇനി ആ കുട്ടി കുറച്ച് ഒരു 1-2 സെക്കൻഡിനുള്ളിൽ കരഞ്ഞില്ലെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകും. അപ്പൊ ഇത്തരത്തിലൊക്കെയാണ് നമ്മൾ ജനിക്കുക. അപ്പൊ നമ്മളെപ്പോഴും ഇത്തരത്തിലാണ് ജനിക്കുക അല്ലെ. ഭഗവാൻ എങ്ങനെയാണ് ജയിലില് ദേവകി മാതാവിന്റെയും വസുദേവരുടെയും പുത്രനായിട്ട് വന്നത്? സർവാഭരണ വിഭൂഷിതനായിട്ട് ശംഖുചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാൻ അവതരിച്ചത് അല്ലെ. നമ്മൾ അങ്ങനെയാണ് അവതരിക്കുക. ഏത് കുട്ടിയാണ് ആഭരണങ്ങളോട് കൂടിയിട്ട് ഇവിടെ ജനിക്കുക? അപ്പോൾ ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള ശരീരം അങ്ങനെയാണ് അല്ലെ. ഭഗവാന്റെ അവതാരത്തിന്റെ സവിശേഷതയാണത്. അപ്പൊ നമുക്കൊരിക്കലും അത്തരത്തിലൊന്നും ആവാൻ സാധിക്കില്ല. നമുക്കൊരിക്കലും ഭഗവാനോട് ഒപ്പമാകാനോ ഭഗവാനെ പോലെ ആകാനോ സാധിക്കില്ല. അപ്പൊ നമ്മൾ എന്താണ്, ആരാണ് എന്ന് യഥാർത്ഥമായിട്ട് തിരിച്ചറിയുക. ഭഗവാൻ എന്താണ്, ഭഗവാൻ ആരാണ് എന്നുള്ള പരമസത്യം ബോധ്യപ്പെടുക. അതാണ് ഭക്തിയിൽ മുന്നേറാനായിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അടുത്തത് ശ്ലോകം 12. മോഹകർമാണോ മോഹജ്ഞാനാവിചേതസഃ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാ. വിവർത്തനം: ഇങ്ങനെ മോഹിതരായവർ ആസുരങ്ങളും നിരീശ്വരവാദപരങ്ങളുമായ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്നു. ആ വ്യാമോഹ അവസ്ഥയിൽ മുക്തിയെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകളും ഫലോദിഷ്ട കർമ്മങ്ങളും ജ്ഞാനാർജനവും എല്ലാം പാഴായി പോകും. അപ്പൊ ഭഗവാൻ ഒരു സാധാരണ വ്യക്തിയാണ് അല്ലെ, ഒരു മനുഷ്യനായിട്ട് വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ് എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർജിച്ചു വരുന്ന എല്ലാ ജ്ഞാനവും അവിടെ പാഴായി പോകുമെന്ന് പറയാണ്. അപ്പോൾ അത് ഏറ്റവും വലിയ അജ്ഞാനമാണ്, ഭഗവാനെ നമ്മൾ അത്തരത്തിൽ കണക്കാക്കുക, അത്തരത്തിൽ ചിന്തിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ മൂഢൻ എന്ന് തന്നെ വിളിക്കുന്നത്. അപ്പോൾ ഭക്തിപൂർവമായിട്ടുള്ള സേവനത്തിന്റെ പരിപക്വ ഫലമാണ് ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ എന്ന് പറയുന്നത് അല്ലെ. ഭഗവാൻ നമ്മുടെ ഹൃദയത്തില് പരമാത്മ രൂപത്തിൽ ഇരിക്കുന്നുണ്ട് അല്ലെ. ഈ സത്യം എത്ര പേർക്ക് അറിയാം? ഞാൻ മനസ്സിലാക്കിയത് കൃഷ്ണാവബോധത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനു മുൻപ് എനിക്ക് അറിയില്ലായിരുന്നു ഈ പരമമായിട്ടുള്ള സത്യം. അപ്പോൾ അങ്ങനെ ഭഗവാനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഭഗവാനെ കുറിച്ചിട്ട് അറിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഉറയ്ക്കുന്നത് അല്ലെ. നമ്മൾ ആ പരമസത്യത്തെ അംഗീകരിക്കുകയും അത് അനുസരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയും വേണം.
അപ്പോൾ ഭഗവാനെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് കരുതുന്നത് തികച്ചും അപരാധമാണ് എന്ന് പറയാണ്. അപ്പോൾ ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തെ കുറിച്ചിട്ടും അതിന്റെ മേന്മകളെ കുറിച്ചിട്ടും അതിന്റെ മഹത്വത്തെ കുറിച്ചിട്ടും ഭഗവാന്റെ അവതാരങ്ങളുടെ മാഹാത്മ്യത്തെ കുറിച്ചിട്ടും നാം മനസ്സിലാക്കണം. ആ ഒരു പരമസത്യം നാം അംഗീകരിക്കണം. അല്ലാതെ നമ്മൾ ഇതൊക്കെ ഭഗവാൻ ഇതൊരു സാധാരണ രീതിയിൽ വന്ന് മാജിക്ക് കാണിക്കുന്നതാണ് എന്നൊക്കെ വിചാരിക്കുന്നത് വ്യാമോഹമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ ശരീരം ഭൗതികമാണ്, അല്ലെ നമ്മളുടേതുപോലെയുള്ള ശരീരമാണ്, ഭഗവാൻ നമ്മളിൽ ഒരാളാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തമായിട്ട് അജ്ഞാനമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അവര് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നു പോകും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അടുത്തത് ശ്ലോകം 13. മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിമാശ്രിതഃ ഭജന്ത്യ അനന്യ മനസ്സോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. വിവർത്തനം: അല്ലയോ പാർത്ഥ, വ്യാമോഹം ബാധിക്കാത്ത വിശിഷ്ടാത്മാക്കൾ ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്. സർവഭൂതങ്ങൾക്കും ആദികാരണവും അവ്യയനുമായ പരമപുരുഷനാണ് ഞാനെന്നറിഞ്ഞുകൊണ്ട് അവർ എപ്പോഴും ഭക്തിപൂർവം എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. അപ്പോൾ വ്യാമോഹം ബാധിക്കാത്ത ആളുകൾ, അല്ലെ, ഭഗവാനെ ഭഗവാനായി തന്നെ കണ്ട് അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനത്തിൽ മുഴുകുന്ന ആളുകള് വിശിഷ്ടാത്മാക്കളാണ് എന്ന് പറയാണ്. അവര് ദൈവിക പ്രകൃതിയാൽ സുരക്ഷിതരാണ്, അവരെ ഒരിക്കലും അജ്ഞാനം ബാധിക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അവരെപ്പോഴും എൻ്റെ ഭക്തിപൂർവമായിട്ടുള്ള സേവനത്തിൽ മുഴുകാൻ യോഗ്യതയുള്ള ആളുകളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭൗതിക പ്രകൃതിയുടെ അധീനതയിൽ നിന്ന് മുക്തനാവാൻ സാധിക്കുക എന്ന് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഭഗവാൻ അത്തരത്തിലുള്ളൊരു മഹാത്മാവ് കൃഷ്ണനിൽ ഒഴികെ മറ്റൊരു വിഷയത്തിലും താല്പര്യം ഉണ്ടാവില്ല. കൃഷ്ണനാണ് ആദിമ പുരുഷനെന്നും സർവ്വകാരണങ്ങൾക്കും കാരണമെന്നും അദ്ദേഹത്തിന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. അതിൽ യാതൊരു സംശയവും ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു മഹത് വ്യക്തി അല്ലെങ്കിൽ മഹാത്മാവ് സംശയങ്ങൾ ഒഴിഞ്ഞ് ഈ ലോകത്തില് സ്ഥിതി ചെയ്യുന്നു. അദ്ദേഹം അതീന്ദ്രിയമായിട്ടുള്ള ലോകത്തിലേക്ക് വരാനായിട്ട് സർവ്വയോഗ്യതയും തികഞ്ഞ വ്യക്തിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഭഗവാനെ പൂർണ്ണമായിട്ടും ആരാധിക്കുകയും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക, ആ ഭഗവാന്റെ സേവനങ്ങളിൽ എപ്പോഴും ഏർപ്പെടുക, അതാണ് ഒരു ജീവാത്മാവ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പരമമായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ കാര്യത്തിലോട്ടൊക്കെ, ഈ അവസ്ഥയിലോട്ടൊക്കെ നമ്മൾ ഉയരണമെങ്കിൽ നമുക്ക് അറിവ് നേടണം, ജ്ഞാനം കൈവരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എങ്ങനെ നാം ആ ജ്ഞാനത്തിലേക്ക് വരാം, എങ്ങനെ നാം ആ ഒരു അവസ്ഥയിലേക്ക്, മഹാത്മാവിന്റെ അവസ്ഥയ്ക്ക് ഉയരാമെന്നാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം 14. സതതം കീർത്തയന്തോ മാം യദന്തശ്ചാദൃഢവ്രതഃ നമസ്യന്ത്യശ്യ മാം ഭക്ത്യാ നിത്യയുക്ത ഉപാസതേ. വിവർത്തനം: എല്ലായ്പ്പോഴും എൻ്റെ കീർത്തികൾ ആലപിച്ചും നിശ്ചയദാർഢ്യത്തോടെ പ്രയത്നിച്ചും എൻ്റെ മുൻപിൽ പ്രണമിച്ചുകൊണ്ടും ഈ മഹാത്മാക്കൾ നിരന്തരം എന്നെ ഭക്തിയോടുകൂടി ആരാധിക്കുന്നു. അപ്പോൾ എങ്ങനെ ഈ ജ്ഞാനം കൈവരിക്കാം, എങ്ങനെ നമുക്കും ഈ അതീന്ദ്രിയതയിലേക്ക് വരാം എന്നാണ് ഭഗവാൻ പറയുന്നത്, അല്ലെ. എപ്പോഴും ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയും നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രയത്നിച്ചുകൊണ്ടും എൻ്റെ മുന്നിൽ പ്രണമിച്ചുകൊണ്ടും ഈ ഒരു ഭക്തിയിലേക്ക് നിനക്ക് വരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ മഹത് ഗുണങ്ങള് എപ്പോഴും കീർത്തിച്ചുകൊണ്ടിരിക്കുക, അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. അപ്പോൾ ഇപ്രകാരം ചെയ്യുന്ന ഒരു മഹാത്മാവ് ഭഗവാനുമായിട്ട് സദാ മമതാ ബന്ധത്തിലായിരിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ഭക്തിയുത സേവനത്തിൽ മുന്നേറണമെങ്കിൽ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടണം, അല്ലേ, നമ്മൾ പ്രയത്നിക്കണം. അപ്പോൾ ആ പ്രയത്നത്തിൽ ചില വ്രതാനുഷ്ഠാനങ്ങൾ കടന്നു വരാറുണ്ട്. ഇന്ന് ഏകാദശിയാണ്, അല്ലേ. അപ്പോൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുക, ഭഗവാന്റെ അവതാര ദിവസങ്ങളിൽ വ്രതം എടുക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഇതൊക്കെ നമുക്ക് ഭക്തിയുത സേവനത്തിൽ, ഭക്തിയിൽ പുരോഗമിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ, അല്ലേ, ചാഞ്ചാടാതെ നമുക്ക് ഭക്തിയിൽ ഉറച്ചു നിൽക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പോകാതെ ദൃഢമായിട്ട് നിൽക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ വ്രതാനുഷ്ഠാനങ്ങളാണ്, ഭഗവാന്റെ നാമത്തിന്റെ ഉച്ചാരണമാണ്. അതുകൊണ്ടാണ് സതതം കീർത്തയന്തോമ എന്ന് പറയുന്നത്, എല്ലായ്പ്പോഴും എന്നെ കീർത്തിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അടുത്ത ശ്ലോകം 15. ജ്ഞാനയജ്ഞേന ചാപ്യേന യജന്തോ മാമുപാസതേ ഏകത്വേന പൃഥക്ത്വേന ബഹുധാ വിശ്വതോമുഖം. വിവർത്തനം: ജ്ഞാനാർജനം കൊണ്ട് യജ്ഞം ചെയ്യുന്ന മറ്റു ചിലർ സർവേശ്വരനെ അദ്വിതീയനായും ബഹുരൂപനായും വിശ്വതോമുഖനായും ആരാധിക്കുന്നു. അപ്പോൾ ഭഗവാനെ എങ്ങനെയാണ് ആരാധിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ കൃഷ്ണാവബോധമുള്ള
ഒരാള്, കൃഷ്ണനെ ഒഴികെ മറ്റൊന്നും അറിയാത്ത ഒരാളാണ്, അദ്ദേഹത്തിനെയാണ് മഹാത്മാവെന്ന് ഭഗവാൻ മുൻപ് പറഞ്ഞത്. എല്ലായ്പ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക, ഭഗവാനിലെ വിശ്വാസം ഉറപ്പിക്കുക, ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് സമ്പാദിക്കുക, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് മഹാത്മാവ്. അപ്പോൾ അതല്ലാതെ മറ്റുള്ള രീതിയിലും പല ആളുകളും ഭഗവാനെ ആരാധിക്കാൻ വരാറുണ്ട്. നമ്മൾ 7ാമത്തെ അധ്യായത്തിൽ പഠിച്ചു, ആർത്തോ ജിജ്ഞാസുര അർത്ഥാർത്ഥി ജ്ഞാനീജ പരദർശഭ. 4 തരത്തിലുള്ള ആളുകളാണ് എന്നിലേക്ക് വരുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ആരാധിക്കേണ്ടത്, എല്ലാവരും പ്രണമിക്കേണ്ടത് ഭഗവാനെയാണ്. അപ്പോൾ ആ ഭഗവാനിലാണ് നമ്മുടെ ആശ്രയവും വിശ്വാസവും എല്ലാം നാം ഉറപ്പിക്കേണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അടുത്ത ശ്ലോകം 16. അഹം ക്രതുരഹം യജ്ഞ സ്വദാഹം അഹം ഔഷധം മന്ത്രോഹം അഹമേ വാജ്യ അഹം അഗ്നിരഹം ഹുദം. വിവർത്തനം: ക്രിയയും യജ്ഞവും ഞാനാകുന്നു, പിതൃക്കൾക്ക് നൽകപ്പെടുന്ന ഹവ്യവും ഔഷധവും അഭൗതിക മന്ത്രങ്ങളും ഞാൻ തന്നെ, അഗ്നിയും അതിൽ ഹോമിച്ച നെയ്യും ഞാൻ തന്നെ. അപ്പോൾ ഭഗവാൻ ഇവിടെ യജ്ഞങ്ങളെ കുറിച്ച് പറയുകയാണ് അല്ലെ. അപ്പോൾ എല്ലാ യജ്ഞങ്ങളും ഭഗവാന് വേണ്ടിയിട്ടാണ് നാം ചെയ്യേണ്ടത്. നമ്മൾ 3ാമത്തെ അധ്യായത്തിൽ പഠിച്ചു, എല്ലാ യജ്ഞങ്ങളും അല്ലെ, നമ്മുടെ എല്ലാ കർമ്മങ്ങളും വിഷ്ണുവിനുള്ള യജ്ഞം എന്ന രീതിയിലാണ് നാം അർപ്പിക്കേണ്ടത് എന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ ഭഗവാൻ പറയാണ് എല്ലാം ഞാനാണ് എന്ന് മുൻപ് പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ പറയാണ് ക്രിയയും യജ്ഞവും ഞാനാണ് എന്ന് പറയാണ്. അപ്പോൾ വൈദിക യജ്ഞവും ജ്യോതിഷ്ഠഹോമം എന്ന എല്ലാം യജ്ഞവും ഞാൻ തന്നെയാണ്. ഭഗവാൻ പറയാണ് ഇപ്പോൾ യജ്ഞത്തിലേക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഞാൻ തന്നെയാണ് എന്ന് പറയാണ്. യജ്ഞത്തിൽ നമ്മൾ പാൽ ഉപയോഗിക്കാറുണ്ട്, നെയ്യ് ഉപയോഗിക്കാറുണ്ട്, ഹവിസ് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അതൊക്കെ ഞാൻ തന്നെയാണ് എന്നാണ്. ഇപ്പോൾ ഭഗവാന്റെ വിവിധ ശക്തികളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാം ഭഗവാനാണ്, അതാണ് നാം പരമമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എല്ലാ യജ്ഞങ്ങളും ഭഗവാനാണ്, എല്ലാ യജ്ഞങ്ങളും ഭഗവാന് വേണ്ടിയാണ് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാം ഭഗവാനിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ എല്ലാം ഭഗവാനിലാണ് എന്ന പരമസത്യമാണ് നാം ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത്. അടുത്തത് ശ്ലോകം 17. പിതാഹമസ്യ ജഗതോ മാതാ ദാദാ പിതാമഹഃ വേദ്യം പവിത്രമോംകാരം ഋക്സാമയജുരേവ ച. വിവർത്തനം: ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും പിതാമഹനും ഞാൻ തന്നെ, അറിയേണ്ടതും പവിത്രമാകുന്നതും പ്രണവവും ഋക് സാമ യജുർവേദങ്ങളും ഞാൻ തന്നെ. അപ്പോൾ ഭഗവാൻ പറയാണ് അല്ലേ, ലോകത്തിന്റെ അമ്മയും അച്ഛനും രക്ഷകനും എല്ലാം ഞാനാണ് എന്ന് പറയാണ്. ഈ പ്രണവം മന്ത്രം ഞാനാണ്, ഓംകാരം ഞാനാണ്, എല്ലാ വേദങ്ങളും ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ എല്ലാം അല്ലേ, ഇതിന്റെ ചുരുക്കം എന്താണ്? എല്ലാം ഭഗവാനാണ് അല്ലേ, എല്ലാം ഭഗവാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്താണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത്. എന്ത് തന്നെ എടുത്താലും എല്ലാം ഭഗവാന്റെ ഇച്ഛയ്ക്കൊത്താണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള എല്ലാം നമ്മൾ കാണുന്നത് എല്ലാം തന്നെ ഭഗവാനിലാണ് കുടികൊള്ളുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും അല്ലേ, അവരും ഭഗവാന്റെ തന്നെ അംശമാണ്, അവരും ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ എല്ലാം ഭഗവാനിലാണ്, എല്ലാ ജീവാത്മാക്കളും ഭഗവാനിലാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആരും ഭഗവാനിൽ നിന്ന് വ്യത്യസ്തരല്ല എന്നാണ് ഇവിടെ പറയുന്നത്. എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം ഭഗവാനെ മനസ്സിലാക്കലാണ് അല്ലെ. 15ാമത്തെ അധ്യായം വരുമ്പോൾ ഭഗവാൻ പറയും, വേദൈസ്യ സർവേ അഹമേവ വേദ്യോ. വേദത്തിന്റെ അവസാനം പഠിക്കുന്നത് എന്താണ്? ഞാനാണ് എല്ലാം എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, എല്ലാ വേദങ്ങളുടെയും ലക്ഷ്യം ഞാനാണ്. എല്ലാ വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിജ്ഞാനം ഭഗവാനിലേക്കുള്ള വിശ്വാസത്തിന്റെ ആദ്യ പടിയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഓംകാരം അല്ലെ, പ്രണവം, ആ മന്ത്രം ഭഗവാനാണ് എന്ന് ഭഗവാൻ പറയാണ്. അപ്പോൾ അത് അതീന്ദ്രിയമായിട്ടുള്ള നാമജപാണ്, അത് ഞാനാണ് എന്ന് ഭഗവാൻ പറയാണ്. അതുപോലെ എല്ലാ വേദങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നത് പ്രണവ മന്ത്രമാണ്. അപ്പോൾ ഭഗവാൻ പറയാണ്, ആ പ്രണവവും ഞാനാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, എല്ലാ കാര്യത്തിലും ഭഗവാൻ എങ്ങനെയാണ് ഇടപെടുന്നത്, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നല്ല രീതിയിൽ ഭക്തി അനുഷ്ഠിക്കാൻ സാധിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതോടുകൂടിയിട്ട് ഇന്നത്തെ ഭഗവത്ഗീത ക്ലാസ് അവസാനിക്കുകയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ധന്യവാദ്. എത്ര നന്നായിട്ട് 9ാമത്തെ ചാപ്റ്റർ തുടങ്ങി, അത് എത്ര സുന്ദരമായിട്ട് വിവരിച്ചു മാതാജി. സത്യം പറഞ്ഞാല് ഞാനങ്ങനെ ലയിച്ചു പോയി.
ജ്ഞാനം വിജ്ഞാനം അതീവ രഹസ്യം. ഭഗവാൻ പറഞ്ഞതിന്റെ ഭക്തിയുടെ രഹസ്യം നന്നായിട്ട് മാതാജി എക്സ്പ്ലെയിൻ ചെയ്തു. ഭഗവത്ഗീതയുടെ രഹസ്യം എന്താന്ന് പറഞ്ഞു. പിന്നെ ബുദ്ധിവൈഭവം, അത് മനസ്സിലാക്കാനുള്ള രഹസ്യം മനസ്സിലാക്കാനുള്ള ബുദ്ധിവൈഭവം കൂടെ ഭഗവാൻ തന്നെ തരുന്നത്. ഇത് രാജവിദ്യയാണെന്ന് പറഞ്ഞു. രഹസ്യങ്ങളിൽ വെച്ച് രഹസ്യം ഏറ്റവും നല്ല അതും പവിത്രമായതാണ്. പിന്നെ ശരീരബോധത്തിൽ ആണ് അർജുനൻ നിന്നത് എന്നും വ്യക്തമായി. അപ്പോഴാണ് കാർപ്പണ്യ ദോഷ സ്വഭാവം എന്നൊരു ശ്ലോകം ഗുരുവായിട്ട് സ്വീകരിക്കാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അതെല്ലാം നന്നായിട്ട് മാതാജി വിവരിച്ചു. അവസാനം കൂടെ പിതാമഹസ്യ ജഗതോ മാതാ പിതാമഹ. സത്യം പറഞ്ഞാല് ഇത് ഭഗവാന്റെ വാക്കുകള് നമ്മള് അച്ഛനും അമ്മയും പറഞ്ഞനുസരിക്കുന്ന കുട്ടികളെ പോലെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുട്ടികളും മനസ്സിലാക്കുന്നില്ലേ, അതുപോലെ ഭഗവാൻ പറഞ്ഞത് അതുപോലെ നമ്മൾ മനസ്സിലാക്കുക. ഒരു അച്ഛനാണ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അച്ഛന് അമ്മ. ഈ 17ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും അത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കാരണം ഒരു അച്ഛനെ അനുസരിക്കാത്ത ഒരു മക്കൾ എങ്ങനെ നന്നാവും അല്ലെ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ പോലും അച്ഛനെയോ അമ്മയെയോ അനുസരിക്കാത്ത മക്കള് എത്രയോ എങ്ങനെ വഴി മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെയാണ് ഇത് ഭൂലോകത്തിന്റെ അച്ഛനും അമ്മയും ആണ്. അപ്പൊ ആ ഭഗവാൻ പറയുന്നത് നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ വഴി നമ്മുടെ പാത അല്ലെങ്കിൽ ജീവിതത്തിന്റെ പാത തന്നെ അവിടെ മുരടിച്ചു നിൽക്കും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെട്ട് നിൽക്കും. അതുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ, ആ രഹസ്യമായ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കേൾക്കുന്ന എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 8 പ്രോഗ്രസീവ് സ്റ്റെപ്സ് ടുവേർഡ്സ് ഡിവോഷൻ എന്ന് പറഞ്ഞല്ലോ. അതെ. അതൊന്ന് ഒരു പോയിന്റ് ആയിട്ട് ഒന്നും കൂടെ പറയാൻ പറ്റുമോ? ചിലതൊക്കെ ഒന്ന് മിസ്സായി പോയി. ഓക്കെ, സീതമാതാജി ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. ഒന്ന് പറയൂ മാതാജി. 8 സ്റ്റെപ്പ്. അത് നമ്മള് 8 സ്റ്റെപ്സുകൾ എന്ന് പറഞ്ഞാല് നമുക്കറിയാം. ആദ്യത്തത് ഭക്തിയുത സേവനം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായി തുടങ്ങുക ഇത്. അപ്പൊ ആദ്യത്തെ ഈ സത്സംഗാണ്. അതായത് നല്ല ഭക്തന്മാരായിട്ടുള്ള സംഘം ഉണ്ടാവും. അപ്പൊ ആ സംഘം ഉണ്ടാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഭഗവാന്റെ കാര്യങ്ങളിലേക്കായിരിക്കും. അപ്പൊ നമ്മള് ഹരിനാമ കീർത്തനമൊക്കെ ചെയ്യാൻ ഭജനക്രിയ, 2ാമത്തെ സ്റ്റെപ്പ് ഭജനക്രിയ. അതായത് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ഭഗവാന്റെ കീർത്തനം ചെയ്യുക, ഭഗവാന്റെ മഹത്വങ്ങളെയൊക്കെ കീർത്തിക്കുക. അങ്ങനെ നമ്മുടെ അതിലെ ആ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് വരും. അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പോ ഹരിനാമ കീർത്തനം ചെയ്യുമ്പോൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലെ പാപങ്ങൾ നശിച്ചു പോകും. അപ്പൊ അങ്ങനെ നമ്മുടെ മാലിന്യങ്ങൾ, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട് ഇല്ലേ? കാമം, ലോഭം, അങ്ങനെ ആർത്തി, അങ്ങനെ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. ആ മാലിന്യങ്ങളൊക്കെ നശിക്കാൻ തുടങ്ങും. അതാണ് അനർത്ഥ നിവർത്തി. അനർത്ഥങ്ങളെ നിവർത്തിച്ചു കൊണ്ടുവരിക 3ാമത്തെ. 4ാമത്തെ ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമുക്കൊരു നിഷ്ഠ വരും. നമ്മുടെ ഇതില് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയില് നിഷ്ഠയോടുകൂടി ചെയ്യും. തോന്നിയ പോലെയല്ല, നിഷ്ഠയോടുകൂടി എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മൾ ചെയ്തു പോരും. അപ്പൊ നിഷ്ഠ വന്നു കഴിഞ്ഞാല് നമുക്ക് രുചി ഉണ്ടാവും. ചെയ്യുന്ന കാര്യത്തിൽ ആസ്വദിച്ച് ചെയ്യുക. സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നമ്മൾ എല്ലാ ദിവസവും ഭഗവാനും പൂജ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിഷ്ഠയോടെ ആ സമയത്തും അതെല്ലാം അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ പിന്നെ അത് ആസ്വദിക്കാൻ തുടങ്ങും. അങ്ങനെ ആസ്വദിച്ചാൽ നമുക്ക് രുചി വരുമ്പോൾ നമ്മൾ അത് ആസ്വദിച്ച് ചെയ്യാൻ തുടങ്ങും. രുചി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആസക്തിയായി. ആസക്തി എന്ന് പറഞ്ഞാല് അത് ചെയ്യാണ്ട് പറ്റില്ല. ഒരു ദിവസം പോലും നമുക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. ഭഗവാന്റെ ഗീത വായിക്കാതെ പാരായണം ചെയ്യാൻ ഇരിക്കാൻ പറ്റില്ല. അതുപോലെ ഹരിനാമകീർത്തനം ഒരു ദിവസം മിസ് ചെയ്യാൻ നമുക്ക് തോന്നൂല. അപ്പൊ അത് ആസക്തി വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ അത് മുടക്കില്ല.
അപ്പോഴാണ് നമുക്ക് ഭാവം ഉണ്ടാവുക. ഭഗവാനിലേക്കുള്ള ആ ഭഗവാനെ പ്രേമഭാവത്തോടെ നമ്മൾ കാണും. അത് ഭഗവാനെ നമുക്ക് വിവിധ രീതിയിൽ നമുക്ക് ഭഗവാനെ ആരാധിക്കാം. ചിലര് വാത്സല്യ ഭാവത്തിൽ ആരാധിക്കുന്നുണ്ട്. അത് യശോദാമ്മയുടെ അതേപോലെ ആ മകനെ പോലെ, ചിലര് പിതാവിന്റെ സ്ഥാനത്ത് നിന്നും ആരാധിക്കുന്നുണ്ട്. ചിലര് ദാസന്മാരായിട്ട്, ദാസന്മാരെന്ന് വെച്ചാൽ ഹനുമാൻ നമുക്ക് ഇതില് കാണാം. ശ്രീരാമനെ ദാസഭാവത്തിലാണ് ആരാധിച്ചിരുന്നത്. ചിലര് സഖ്യഭാവത്തില്, അർജുനൻ സഖ്യഭാവത്തിലാണ് ആരാധിച്ചിരുന്നത്. അതുപോലെ അഞ്ചാമത്തെയാണ് മാധുര്യഭാവം. അത് ഗോപികമാരാണ് അതിന് ഉദാഹരണമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ്, ഇത്രയും ഭാവം ആയി കഴിയുമ്പോൾ ആ ഭാവം ഉൾക്കൊണ്ട് നമ്മൾ ഭഗവാന്റെ ചെയ്യുമ്പോ, ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്യുമ്പോ നമുക്ക് ഭഗവാന്റെ കൃപ കിട്ടിയിട്ട് നമുക്ക് പ്രേമരസത്തിലേക്ക് എത്തും. അപ്പോഴാണ് നമുക്ക് ഭഗവാനോട് കൃഷ്ണപ്രേമം നമുക്ക് ഉണ്ടാവുന്നത്. കൃഷ്ണപ്രേമം ഏറ്റവും അത്യുത്തമമായിട്ടുള്ളതാണ്. നമുക്ക് ഒരിക്കലും പിരിയാൻ പറ്റാത്തൊരു ബന്ധം ഭഗവാനായിട്ട് ഉണ്ടാവും. ഇതാണ് ആ സ്റ്റെപ്പുകൾ വഴി നമ്മൾ എത്തുന്ന അത്യുന്നതമായ സ്ഥാനം. ഹരേ കൃഷ്ണ മാതാജി, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. വ്യക്തമായി, വളരെ വ്യക്തമായി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. താങ്ക് യു വൺസ് അഗൈൻ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇന്നത്തെ ക്ലാസ്സുമായിട്ടുള്ള എന്തെങ്കിലും സംശയം ഉണ്ടോ? 9ാമത്തെ ചാപ്റ്റർ ആണ് രാജവിദ്യ രാജഗുഹ്യ യോഗം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാവർക്കും മനസ്സിലായോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ. എല്ലാവർക്കും മനസ്സിലായോ? Hare Krishna, it was very nice, Mataji. Nannayirunnu class and right from beginning, and Sita Mataji's explanation, Rajesh Prabhu's explanation, and Sucharu Mataji was excellent, outstanding. Nannayirunnu, very Thank clear you. ayirunnu, very simple but very very clear. And what do I say? It was amazing session today. Enjoyed it. Thank you, Sucharu Mataji. First time I'm listening to your entire class. Really lovely. Very nice. Hare Krishna. And, Thank you, Mataji. ഇന്ന് ക്ലാസ് കേട്ടവരെല്ലാരും നല്ല ഭാഗ്യമുള്ളവർ. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇന്ന് അതെ. ഏകാദശിയാണ്. ഏകാദശിയും കൂടെ ആയപ്പോ അതിന് എന്താ ചെറിയ ഓൺ ഐസ് എന്ന് കേക്ക് എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ചാപ്റ്ററും നമുക്ക് കിട്ടി. എനിവേ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടെ നന്ദി എല്ലാവർക്കും. നമുക്കിനി ക്ലോസിംഗ് പ്രേയേഴ്സിലേക്ക് നീങ്ങാം. നമസ്തേ നരസിംഹായോ പ്രഹ്ലാദലാദദായിനേ ഹിരണ്യകശിപുർവക്ഷഃ ശീലദംഗനകലായേ യതോ നൃസിംഹോ ഭാരതോ നൃസിംഹോ യതോ യാമി തതോ നൃസിംഹോ ബഹേ നരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ തവ കരകമലവരേണക അത്ഭുത ശൃംഗ ദളിതാ ഹിരണ്യകശിപോ താനുഭൃംഗ കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ നരഹരി ജയ നരഹരി നരഹരി ജയ നരഹരി. ഭക്ത പ്രഹ്ലാദ് മഹാരാജ് की जय. भक्त विघ्न विनाशन नरसिंह भगवान की जय. ശ്രീല പ്രഭുപാദ് की जय. ഇന്ന് ക്ലാസ് എടുത്ത എല്ലാവർക്കും വളരെ നന്ദി. താങ്ക് യു. സീതാ മാതാജിക്കും രാജേഷ് പ്രഭുവിനും പിന്നെ നമ്മുടെ മെയിൻ സ്പീക്കർ സുചാരു ജാനവ് മാതാജിക്കും ഭഗവാൻ
നന്നായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന്, 3 പേർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി.